നമസ്കാരം. അൻവർ MLA സ്ഥാനം വലിച്ചെറിഞ്ഞു, നിലമ്പൂരിലെ സീറ്റ് വലിച്ചെറിഞ്ഞു. ഈ വിട്ടുവീഴ്ചകൾ എന്ത് മുന്നിൽ കണ്ടാണ്? എന്താണ് അൻവറിന്റെ വലിയ ലക്ഷ്യം? വന്യമൃഗശല്യം മലയോര ജനതയെ വേട്ടയാടുന്നു എന്ന മുദ്രാവാക്യം മമതയിലൂടെ ദേശീയ തലത്തിൽ മുഴക്കുമെന്ന് അൻവർ പറയുന്നു. ആ വിശാല ലക്ഷ്യമാണ് ആദ്യ പരിഗണനയെന്നും അൻവർ പറയുന്നു. പക്ഷെ അവിടെ തീരുന്നില്ല. പിന്നെയോ, തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുന്ന പിണറായി സത്തിന് അവസാന ആണിയടിക്കാനുള്ള അവസരവും ഉറപ്പാക്കുന്നു. UDF-ലേക്കുള്ള പ്രവേശനത്തിന് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത അൻവറിനെയും നാം ഇന്നാദ്യമായി കാണുന്നു. സമസ്താപരാധം പറഞ്ഞാണ് സതീശനോടും രാഹുൽ ഗാന്ധിയോടും അൻവർ മാപ്പപേക്ഷിച്ചത്. അസാധാരണമായ ആ മാപ്പപേക്ഷയിൽ സതീശനും അയഞ്ഞു. അൻവർ അങ്ങനെ അനുനയത്തിന്റെ രാഷ്ട്രീയം പയറ്റാനൊരുങ്ങുമ്പോൾ അകന്നു നിന്ന ആരെല്ലാം ഇനി അൻവറിന്റെ അടുത്തേക്ക്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. അൻവറിനോട് മമതയേറുമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് അബിൻ വർക്കി, CPM-ൽ നിന്ന് KS അരുൺകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി, EA സുഗു, അൻവറിന്റെ ഒപ്പമുള്ള പൊതുപ്രവർത്തകൻ, ഇവരാണ് ഇപ്പോൾ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. അല്പസമയത്തിനകം PV അൻവറും സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥിയായി പങ്കുചേരും. ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഈ അൻവറിന്റെ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അൻവറിന്റെ പ്രഖ്യാപനത്തിന് ഞങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല. കാരണം കഴിഞ്ഞ 175 ദിവസമായി, അതായത് 2024 ഓഗസ്റ്റ് മാസം 20-ാം തീയതി മലപ്പുറത്തെ SP-ക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് ശേഷം അദ്ദേഹം നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, നിരവധി ആക്രമണം നടത്തുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുന്നുണ്ട്, നേതാക്കന്മാർക്കെതിരെ പലതരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, വളരെ മാന്യമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം കൊടുത്തിരുന്നു. വലിയ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം ഒരു നല്ല ഒരു പ്രതിച്ഛായ കേരള രാഷ്ട്രീയത്തിൽ വളർത്തിയെടുത്തിരുന്നു. അദ്ദേഹത്തെ പല രൂപത്തിലാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ പോയി അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം ചെലവഴിച്ചപ്പോൾ നിയമസഭയിൽ വരുന്നില്ല, അതുപോലെ തന്നെ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഈ MLA കണ്ടു കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ കേരള പല മേഖലയിലും പോസ്റ്റർ പതിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തടയണ കെട്ടി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള കുടിവെള്ളം തടസ്സപ്പെടുത്തുന്നു, അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു, വിവിധ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. അന്നെല്ലാം വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്തത്, നന്നായി സംരക്ഷിച്ചത് ഇടതുപക്ഷം തന്നെയാണ്. എന്നാൽ ഓഗസ്റ്റ് മാസം 20-ാം തീയതി മുതൽ അദ്ദേഹം പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, ഓഫീസിൽ പരാതി നൽകി. അത് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി റഫർ ചെയ്തു. പാർട്ടിക്ക് അതിൻ്റെ ഒരു കോപ്പി തന്നു. അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, വന്ന് തിരുവനന്തപുരത്തേക്ക് വരണം, നമുക്ക് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒക്ടോബർ മാസം 2-ാം തീയതി വരാം എന്ന് പറഞ്ഞു. അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ മാസം 27-ാം തീയതി വീണ്ടും പത്രസമ്മേളനം നടത്തി, ആക്രമണം നടത്തി, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു, നിങ്ങൾ തന്ന പരാതികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത്തരത്തിൽ വലതുപക്ഷത്തിന് ടൂൾസ് നിർമ്മിക്കുന്ന തരത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാതെ അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോയി. ഏറ്റവും ആദ്യം മലപ്പുറത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി. മുഹമ്മദ് റിയാസിനെതിരെ വസ്തുതാപരമായിട്ടുള്ള ആരോപണം നടത്തി. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായിട്ടുള്ള ആരോപണം, P ശശിക്കെതിരെ നിരവധി ആരോപണങ്ങൾ നടത്തി. പക്ഷേ P ശശി നിയമ നടപടി സ്വീകരിച്ച് ഇപ്പം 3 കേസ് നിലനിൽക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു, നിരവധി ഇടതുപക്ഷ MLA-മാർ എൻ്റെ ഒപ്പം വരും. ഒരു MLA ഇല്ല, നിരവധി CPM പ്രവർത്തകർ കൂടെ വരും, ഒരൊറ്റ പ്രവർത്തകരില്ല. ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, പാർട്ടി അംഗങ്ങൾ പോയി, ഒരാൾ പോലും കൂടെയില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിലമ്പൂരിലുള്ള നിരവധി ജനങ്ങൾ എൻ്റെ ഒപ്പമാണ് എന്ന് പറഞ്ഞ് പാലക്കാടും ചേലക്കരയിലും പോയി സ്ഥാനാർത്ഥിയെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, എന്തു വന്നാലും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം UDF-ഉമായിട്ട് നല്ല ധാരണയുണ്ടാക്കി പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ചേലക്കരയിലുമൊക്കെ അദ്ദേഹം പ്രകടനം നടത്തിയപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ആളുകളെ കൂട്ടാതെ സിനിമാ പിന്നണി പ്രവർത്തകരൊക്കെ വന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ ഷൂട്ടിങ്ങിനും പോയിട്ടുണ്ട്, ഈ സിനിമയുടെ ഈ സീരിയലിന്റെ ഒക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, ഈ വന്നിരിക്കുന്ന പരിപാടി എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്ന് പിന്നണി ഗായകരായ പാവപ്പെട്ട സ്ത്രീകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ. അതുപോലെ തന്നെ അതിനുശേഷം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് അവസാനം പറഞ്ഞു, ഞാൻ എന്തു വന്നാലും MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ MLA സ്ഥാനം
175-ാം ദിവസം MLA സ്ഥാനം രാജിവെച്ച് രക്ഷപ്പെട്ടു പോകേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുക. ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു, ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇന്നയാളെ UDF-ന്റെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ വൈകുന്നേരം ഞാൻ മറ്റൊരു ചാനലിൽ നിന്നാണ് വരുന്നത്, ആ ചാനലിൽ ലൈവ് ഇന്റർവ്യൂവിന് വന്നപ്പോൾ അതൊക്കെ തിരുത്തി, അതൊക്കെ പറഞ്ഞത് വേറെ രൂപത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഒരാരോപണവും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നില്ല. ഒരു കാര്യത്തിനും വസ്തുതയില്ല. ഗവൺമെന്റിന് കിട്ടിയ പരാതി ഗവൺമെന്റ് അന്വേഷിക്കട്ടെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള പരാതി അന്വേഷിക്കട്ടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമപരമായിട്ടല്ലേ ഗവൺമെന്റിന് പോകാൻ കഴിയൂ. പാർട്ടിക്ക് മുന്നിൽ പരാതി വന്നാൽ പാർട്ടി പരിശോധിക്കും. അതിന് അദ്ദേഹം ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോലും തയ്യാറാകുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 10-12 വർഷത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനുള്ളത്. അത് അവസാനിപ്പിച്ച് അദ്ദേഹം പോയി. അദ്ദേഹത്തെ CPM ഒരു തരത്തിലും സഹകരിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറി. ആദ്യം കോൺഗ്രസിൽ ചേരാൻ പോയി, ലീഗിൽ ചേരാൻ പോയി, DMK ചേരാൻ പോയി, എന്നിട്ട് സ്വന്തമായി DMK ഉണ്ടാക്കി. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറി. വലിയ മാറ്റം വരുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രാധാന്യവും ഈ വിഷയത്തിന് കൊടുക്കുന്നില്ല. ഞങ്ങളുടെ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബർ മാസം 27-ാം തീയതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നു. 29-ന് തന്നെ അതിന്റെ യോഗം വിളിച്ച് തുടർ നടപടികളായിട്ട് പോകുന്നു. ഇപ്പൊ നമ്മുടെ മുന്നിൽ വാളയാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ഇപ്പൊ കണ്ടെത്തിയ കാര്യങ്ങളുണ്ട്. വയനാട്ടിൽ DCC ട്രഷറർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യമുണ്ട്. പെരിയയിലെ CPM-ന്റെ നേതാക്കന്മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഹൈക്കോടതി അവരുടെ 3 ദിവസം കൊണ്ട് സെന്റൻസ് സസ്പെൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദാക്ഷനെതിരെ ഒരു കുറ്റമില്ലെന്നും പറഞ്ഞ് ജാമ്യം കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളും വികസനത്തിൽ ഊന്നിയിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അൻവർ കേരളത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു ഘടകമേ അല്ലാതായി മാറിയ സമകാലീന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഒരു പ്രാധാന്യവും ഞങ്ങൾ ഈ വിഷയത്തിൽ കൊടുക്കുന്നില്ല. ശരി, ശ്രീ EA സുഗു, എന്തുകൊണ്ടാണ് അൻവറിനെ ഒരു പ്രാധാന്യവും CPM നൽകുന്നില്ല എന്നതാണ് ശ്രീ അരുൺകുമാർ ഇപ്പോൾ വിശദമായി പറഞ്ഞത്. പക്ഷെ അരുൺകുമാർ പറഞ്ഞാലും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഈ 175 ദിവസത്തെ അൻവറിന്റെ വിവിധ നിലപാടുകൾ, അവകാശവാദങ്ങൾ, ഇതെല്ലാം അൻവറിനെ കരുത്തനാക്കുകയാണോ, കരുത്ത് ചോർന്നു പോയ ഒരാളായി കാണുകയാണോ വേണ്ടത്? എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? അൻവർ ഓരോ ദിവസവും ശ്രീ അൻവർ കരുത്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ CPM-നോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി പുറത്തു പോകുന്ന സമയത്ത് ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് എന്നുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ CPM-ന് കഴിയുമോ? ADGP അരുൺകുമാറിനെതിരെ, അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തെ സംബന്ധിച്ച് നടപടി എടുക്കേണ്ടി വന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം അതിൽ പങ്കാളിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയേണ്ടി വന്നില്ലേ? മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോ വസ്തുനിഷ്ഠാപരമായി ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അൻവർ പരാതി നൽകിയിരുന്നല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഇന്നേ വരെ സർക്കാർ മുതിർന്നിട്ടുണ്ടോ? കരിപ്പൂരിൽ നിന്നുള്ള സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് അതിൽ പോലീസിലെ ഉന്നതർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അത് പൊട്ടിക്കാൻ കൂട്ടുനിൽക്കുന്ന ഗോൾഡ് സ്മിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള 140ഓളം പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് പോലും ശ്രീ PV അൻവർ നൽകിയിട്ട് ആരെങ്കിലും അതൊന്ന് വിളിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി ഇന്നേ വരെ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, മാമി തിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസന്വേഷണം, ഈ അവസാന കാലത്ത് നമുക്കറിയാലോ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നം, നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള വന നിയമം തന്നെ വലിയ തോതിൽ ജനങ്ങളെ ഉപദ്രവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഈ കേരളത്തിൽ മാത്രം പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവരിക, പുതിയ ഭേദഗതികൾ കൊണ്ടുവരികയാണ്. കൂടുതൽ കർക്കശമാക്കുന്ന തരത്തിലേക്ക് വന നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ എവിടേക്കാണ് അൻവർ മുഖ്യധാരയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുള്ളത്? അൻവർ മുഖ്യധാരയിൽ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടി പോവുകയാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീ NP ചെക്കുട്ടി, ഇവിടെ അരുൺ പറയുന്നത് അദ്ദേഹത്തിന്റെ കരുത്ത് ചോർന്നു പോയിരിക്കുന്നു എന്നാണ്. പക്ഷെ ശ്രീ സുഗു പറയുന്നത് എന്തൊക്കെയാണോ ഈ പറയുന്ന അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ
അതെല്ലാം ഒന്നുകിൽ സർക്കാരിന് പരിശോധിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വനം നിയമ ഭേദഗതി അടക്കമാണെങ്കിൽ അതിലൊരു പുനരാലോചനയിലേക്ക് സർക്കാരിന് നിർബന്ധിതമാകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു അൻവർ ഫാക്ടറാണ് എന്ന് CPM സമ്മതിക്കില്ല. UDFും ആ രൂപത്തിൽ അതിനെ വിലയിരുത്തുന്നുണ്ടോ? അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിട്ടുള്ള ഒരാളാണ് അൻവർ. യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിട്ടുള്ള അവർക്കൊരു വലിയ അടിയാണ് അൻവറിൻ്റെ ഈ റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വിഷയമേ അല്ല എന്ന് പറയാനുള്ള ബാധ്യസ്ഥത CPMൻ്റെ പ്രതിനിധിക്കുണ്ട്. അദ്ദേഹം കേരളത്തിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ പേപ്പറിലുള്ള എല്ലാ വാർത്തകളുടെയും ഹെഡ്ലൈനൊക്കെ വായിച്ചു. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കടപ്പറിയാം. യഥാർത്ഥത്തിൽ ഈ വിഷയം മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. അദ്ദേഹം വിവരിക്കാൻ ശ്രമിക്കുന്ന മറ്റു കാര്യങ്ങളിൽ നിന്ന് അറിയാം. എന്തുകൊണ്ടാണ് കേരളത്തിൽ സമീപകാലത്ത് ഈ തരത്തിലുള്ള റിവോൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഒരു പൊളിറ്റിക്കൽ റിവോൾട്ട്. കേരളത്തിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ അവസാന നിമിഷം വരെ കടിച്ചു തൂങ്ങി കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ച് വേശ്യയിലാക്കിയിട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ MLA-മാരായിട്ടുള്ള ആളുകൾ, MP-മാരായിട്ടുള്ള ആളുകൾ. ഏതെങ്കിലും ഒരു MP സമീപകാലത്ത് ഒരു MLA സമീപകാലത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയത്തിൽ രാജിവെച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ചില വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. നിങ്ങൾക്ക് അൻവറിനോട് വിയോജിക്കുക. ഞാൻ അൻവറിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളോടും രീതികളോടും അദ്ദേഹത്തിൻ്റെ സമീപനത്തോടൊക്കെ കടുത്ത വിയോജിപ്പ് നേരത്തെ പ്രകടിപ്പിച്ചതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ രീതികളെക്കുറിച്ച് എനിക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് കാണണം. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറത്ത് SP ഓഫീസ് SP കോമ്പൗണ്ടിൽ വളരെ വലിയ മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങൾ അവിടുന്ന് അപ്രത്യക്ഷമായി. ഇങ്ങനെ ആകാശത്തേക്ക് പറന്നുപോയോ മരങ്ങൾ വെട്ടി വീഴ്ത്തി ആരെ കൊണ്ടുപോയി? അപ്പോൾ അദ്ദേഹമാണ് ആ വിഷയം ഉന്നയിച്ചുള്ളത്. ആ വിഷയത്തിനകത്ത് ഇതുവരെ നടപടിയെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ മരങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം, ഈ ADGP അജിത് കുമാറുമായിട്ട് അദ്ദേഹം വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. എത്ര കാലം അത് ഒഴിവാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിച്ചു, എത്ര കാലം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. അൾട്ടിമേറ്റ്ലി എന്തുണ്ടായി? നടപടി എടുക്കേണ്ടതായിട്ട് വന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ഗൗരവമാണെന്ന് വന്നു. അതേ തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അൻവർ ഉയർത്തിയിട്ടുണ്ട്. ആ നിലയിൽ പൊതുസമൂഹത്തിനകത്ത് ഒരു ആക്സെപ്റ്റൻസ് ഇന്ന് അൻവറിനുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം കൂടിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്കിടയിൽ ഒരു മലബാറിൽ ഒരു തരത്തിലുള്ള ഒരു ഏരിയ, എൻറ്റയർ സെമി സർക്കിൾ ഏരിയ CPM ഇങ്ങനെ ഒരു ചില തന്ത്രങ്ങളോട് പിടിച്ചു. അത് കൊടുവള്ളിയിൽ അങ്ങനെയായിരുന്നു. PTA റഹീമിനെ വെച്ചിട്ട് ലീഗിൽ നിന്ന് വന്ന റഹീമിനെ വെച്ചു. പിന്നെ കുന്നമംഗലം റഹീമിനെ വെച്ച് വീണ്ടും പിടിച്ചു. കൊടുവള്ളി കാരാട്ട് റസാക്കിനെ വെച്ച് പിടിച്ചു. തിരുവമ്പാടി ചില നീക്കങ്ങൾ നടത്തി അങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ് നിലമ്പൂർ അൻവറിനെ വെച്ച് പിടിച്ചു. അതിൻ്റെ ഇപ്പുറത്ത് മഞ്ചളാംകുഴി അരികിനെ വെച്ച് മങ്കട പിടിച്ചു. ഇപ്പുറത്ത് പിന്നെ ജലീലിനെ വെച്ചുകൊണ്ട് ചില സീറ്റുകൾ പിടിച്ചു. അബ്ദുറഹ്മാനെ വെച്ചിട്ട് തിരൂർ പിടിച്ചു. അങ്ങനെ നിങ്ങൾ നോക്കിയ ഒരു സെമി സർക്കിൾ എൻറ്റയർ റീജിയൻ, ഒരു എൻറ്റയർ മുസ്ലിം ബെൽറ്റിനകത്ത് മുസ്ലിം ലീഗിനെ തകർക്കുന്നത്, മുസ്ലിം ലീഗിനെ ഐസൊലേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവർ കൊണ്ടുവന്നു. ഇപ്പോൾ അതിൻ്റെ എല്ലാ സ്പോക്സും അതിൻ്റെ എല്ലാ കഷണങ്ങളും അടിത്തറ തകരുകയാണ്. അല്ല, പക്ഷേ ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന ഉദാഹരണങ്ങളിൽ അൻവർ ഒഴിച്ച് എല്ലാവരും അൻവർ ഒഴിച്ച് മാത്രമല്ല, മിഞ്ഞളാംകുഴി അവിടെ പോയി, മഞ്ഞളാംകുഴി അവിടെയുണ്ട്. ഇനി അടുത്ത തവണ KT ജലീൽ നിൽക്കും തോന്നുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത് KT ജലീൽ ഞാനിൻ്റെ രാഷ്ട്രീയ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പകരം ഒരാളെ വെക്കാൻ ഇവർക്കില്ല. ഇനി അബ്ദുറഹ്മാൻ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വിചാരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലാണ്. പിന്നെ ഉള്ളത് കൊടുവള്ളിയിലെ പിന്നെ കാരാട്ട് റസാക്ക എന്താ പറയുന്നത്, അദ്ദേഹം ഓൾറെഡി അവരുമായിട്ട് ഉടക്കിലാണ്. അപ്പോൾ ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ തന്ത്രം പൂർണ്ണമായിട്ട് തകരുകയാണ്. രാഷ്ട്രീയമായിട്ട് ഏതാണ്ട് ഒരു 7-8 സീറ്റുകൾ വരുന്ന ഒരു എൻറ്റയർ ഏരിയയിലെ രാഷ്ട്രീയത്തെ പിടിച്ചെടുക്കാൻ അവർ നടത്തിയ ശ്രമങ്ങളുടെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇപ്പോൾ അൻവർ പിന്നെ ഇവർക്കെതിരായിട്ട് തിരിയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ പിന്നെ പോക്ക്, നിലമ്പൂരിൻ്റെ പോക്ക് മാത്രമല്ല, ഈ മലബാർ പ്രദേശത്ത് മുസ്ലിം പൊളിറ്റിക്സിനകത്ത് കടന്നു കയറാനുള്ള ഒരു പുതിയ തന്ത്രം പിണറായി വിജയൻ ആവിഷ്കരിച്ചത്. പഴയ തന്ത്രമായില്ല. പിണറായി നേരത്തെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കായിരുന്നു. നേരെ മറിച്ച് ആളുകളെ വെച്ചുകൊണ്ട്, നേതാക്കളെ വെച്ചുകൊണ്ട്, ആളുകളെ പിടിച്ച് കയ്യിലാക്കിക്കൊണ്ട് ഒരു പുതിയ പൊളിറ്റിക്സ് അവർ പ്രയോഗിച്ചു. അതിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് അതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ശരി, ഇപ്പോൾ അബിൻ വർക്കിയും ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. അബിൻ, അരുൺ പറയുകയായിരുന്നു ഒരു തരത്തിലുള്ള വെല്ലുവിളിയും ഈ പറയുന്ന അൻവർ ഉയർത്താൻ പോകുന്നില്ല എന്ന്. മാത്രമല്ല MP ഗോവിന്ദൻ ആദ്യ വെടി പൊട്ടിച്ചതും കേട്ടല്ലോ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ. അൻവർ എവിടെ വേണമെങ്കിലും പോട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നെ പല പാർട്ടികളിലേക്കൊക്കെ പോകാൻ നോക്കിയെങ്കിലും ആത്യന്തികമായി അവരുടെ ബോധ്യമായി MP ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അൻവർ UDFിൽ തന്നെയാണ് എന്ന്. അൻവർ UDFിലാണ് എന്ന് ഇങ്ങനെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ MP ഗോവിന്ദൻ പറയുന്നത് എന്തുകൊണ്ട്? അൻവറിന് കരുത്തോടെയുള്ള വരവാണോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, അതോ കരുത്ത് ചോർന്ന വരവോ?
ശ്രീ PV അൻവറിന്റെ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം UDF-ൽ എത്തിയിട്ടൊന്നുമില്ല. ഞങ്ങൾ UDF-ൽ എടുക്കണമോ എന്നുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യമോ അങ്ങനെ ഒരു ചർച്ചയോ ഇതേവരെയായി നടന്നിട്ടില്ല എന്ന് ശ്രീ KPCCയുടെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞ് ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല, CPM-ന് ഒന്നും സംഭവിച്ചിട്ടില്ല. ശ്രീ അരുൺകുമാർ അത് അടിവരയിട്ട് പറയുന്നു, CPM-ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സുഗു, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം CPM-ന്റെ LC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. എന്ന് പറഞ്ഞാൽ CPM-ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ തന്നെ അത് ഇത് കേൾക്കുന്ന ജനം പുച്ഛിച്ചു തള്ളുമെന്ന് ശ്രീ അരുൺകുമാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ശ്രീ അൻവർ അൻവറിന്റെ കാര്യത്തിനകത്തുണ്ടായ വലിയ നേട്ടമായി നിങ്ങൾ വിലയിരുത്തുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് CPM-ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ശ്രീ അരുൺകുമാർ ഈ ചർച്ചയിൽ പറയുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സുഗു എന്ന LC സെക്രട്ടറി അല്ലെങ്കിൽ മുൻ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവ് അൻവറിന്റെ കൂടെ പോയി അൻവറിന് വേണ്ടി വാദിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ചർച്ചയിൽ അത് പറഞ്ഞാൽ തന്നെ ജനം തള്ളിക്കളയുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ LC സെക്രട്ടറി പറഞ്ഞത് ഒരു വലിയ ബ്രഹ്മാണ്ഡ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ ചർച്ചയുടെ ഒരു പ്രത്യേക സാന്നിധ്യത്തിൽ ഞാനത് പറഞ്ഞതാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ വളരെ കൃത്യമായിരുന്നു എന്നത് പിന്നെ തെളിഞ്ഞതല്ലേ? കാരണം എന്താ, ഇപ്പോൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI-യുടെ നേതാവായ VS സുനിൽകുമാർ പറഞ്ഞ കാര്യം തന്നെയാണ് അൻവറും പറഞ്ഞത്. എന്താണ്? പൂരം കലക്കിക്കൊണ്ട് BJP-യെ സഹായിക്കാൻ ശ്രമിച്ചു. അൻവറും പറഞ്ഞതാണ്, അതുപോലെ തന്നെ ശ്രീ VS സുനിൽകുമാറും പറഞ്ഞതാണ്. ADGP അജിത് കുമാർ RSSന്റെ ഏജന്റാണ്. P ശശിയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്, P ശശിയാണ് ഇതിന് സഹായം കൊടുക്കുന്നത്. ഇതിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും നിലപാട് എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? കാരണം എന്താ, ADGP അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഏത് ഘട്ടം വരെ ഇവർ പോയി എന്നുള്ളത് വളരെ വ്യക്തമാണ്. മലപ്പുറം ജില്ലയെ ഒരു സമുദായത്തിന്റെ പേരിൽ വേർതിരിച്ചുകൊണ്ട് അതിനെ തീവ്രവാദ ജില്ലയാക്കി മാറ്റാൻ ശ്രമിച്ചതാരാ? അത് ഈ സർക്കാരും മുഖ്യമന്ത്രിയും CPM-ഉമാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതിനുശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാന്നിധ്യത്തിൽ പോലും ഇവിടെ ഒരു വലിയ ആന്റി മുസ്ലിം പൊളിറ്റിക്സ്, ആന്റി മുസ്ലിം പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് ഈ അൻവറിനെ കൂടി ബേസ് ചെയ്തിട്ടല്ലേ? അൻവർ അതല്ലേ പറഞ്ഞത്, RSSന്റെ ഏജന്റുമാരായിട്ടാണ് ഈ ADGP അജിത് കുമാറും P ശശിയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ കൃത്യമായ കാര്യങ്ങൾ അൻവർ ഉന്നയിച്ചു. അത് നമ്മൾ ചർച്ച ചെയ്യണം. രണ്ട്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ശ്രീ അൻവർ പറഞ്ഞത് ഇന്ന് അദ്ദേഹം നിരുപാധികം ഇവിടെ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ, ഇപ്പോൾ ശ്രീ അരുൺകുമാർക്ക് ഇന്നലെ വരെയുള്ള ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അൻവർ ഉന്നയിച്ച ഈ ആരോപണം തന്നെയായിരുന്നു. എന്ത്, KRAയിൽ വന്നാൽ എത്രയോ കോടി രൂപയുടെ വലിയൊരു അഴിമതിയുടെ കഥ. അന്ന് തന്നെ നമ്മൾ മാധ്യമങ്ങൾ അടക്കമുള്ളവർ, രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും അടക്കമുള്ളവർ പുച്ഛിച്ചു തള്ളിയ ഒരു ആരോപണമായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് അൻവറിന്റെ വായിൽ നിന്ന് വരുത്തിയത് CPM-ന്റെ ഉന്നത നേതാക്കന്മാരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണ്. ഉത്തരം അരുൺകുമാർ, ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സതീശനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് അൻവർ പറഞ്ഞത്, അത് സതീശനും പ്രതികരിച്ചത് അങ്ങ് കേട്ടതാണല്ലോ. അതിനുള്ള മറുപടി എന്താണ്? അല്ല, ഈ അൻവറെ കൂട്ട് എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള തെളിവുകൾ കൈവശം വെച്ച് മാത്രം പറയുന്ന ആൾ, എത്ര ധൈര്യത്തോടെയും എന്തും പറയുന്ന ആൾ എന്നല്ലേ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം P ശശി പറഞ്ഞപ്പോഴേക്കും ആ 150 കോടി രൂപയുടെ, അതോ വലിയ തുക കോടി രൂപയുടെ ഒരാരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുകയും അതിന് എല്ലാ തെളിവും എൻ്റെ കൈവശമുണ്ടെന്നും അത് ഹാജരാക്കേണ്ട സമയത്ത് ഹാജരാക്കും എന്നെല്ലാം പറഞ്ഞ് കോൺഗ്രസിന്റെ വാതിൽ മുട്ടി, ലീഗിന്റെ വാതിൽ മുട്ടി, DMK-യുടെ വാതിൽ മുട്ടി. അപ്പൊ തൃണമൂൽ കോൺഗ്രസിലൂടെ UDF-ൽ എത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു മാപ്പ് പറഞ്ഞ് അതിനൊരു ഡിഫൻസ് പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. ഒരു സെക്കൻഡ് അബിൻ, ഒറ്റ കാര്യം. അപ്പൊ അതായത് അൻവർ അന്ന് ഉന്നയിച്ച KRAയിലുമായി ബന്ധപ്പെട്ട എത്രയോ കോടി രൂപയുടെ, ഇപ്പൊ അരുൺകുമാർ പറഞ്ഞ പോലെ തന്നെ ആ ആരോപണം ഇപ്പോഴും അരുൺകുമാർ ഇന്നലെ വരെ ചർച്ചകളിൽ ഓൺ ചെയ്തതാണ്. ഇന്ന് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അരുൺ മറുപടി. ഞങ്ങളെല്ലാവരും അന്ന് ചർച്ചയിൽ പങ്കെടുത്തത് അൻവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അൻവറിനാണ്. അൻവറിന്റെ കയ്യിൽ തെളിവുകൾ കൈവശം ഉണ്ടായിരിക്കാം. ഇപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയായിരുന്നു, ഒരു സെക്കൻഡ്, പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ, UDF ചെയർമാനാണ് VD സതീശൻ, അല്ലേ? അപ്പോ
ഒരു പാർലമെന്ററി സംവിധാനത്തിനകത്ത്, UDF പാർലമെന്ററി സംവിധാനത്തിനകത്ത്, കോൺഗ്രസിന്റെ പാർലമെന്ററി സംവിധാനത്തിനകത്ത് ആ പദവിയിലിരിക്കുന്ന സതീശൻ അറിയാതെ, സതീശന്റെ ബോധ്യമില്ലാതെ, അംഗീകാരമില്ലാതെ UDF ഒരാളും ഒരു അഴിമതി ആരോപണവും ഒരു അടിയന്തര പ്രമേയവും സഭയിൽ അവതരിപ്പിക്കില്ല. ഇത് പ്രതിപക്ഷത്തിന് മാത്രമുള്ള പ്രിവിലേജ് ആണോ അതോ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല? അങ്ങ് പറയുന്നത് പോലെ ആർക്ക് വേണമെങ്കിലും, ഈ പറയുന്ന MLA-മാർക്ക് ആർക്ക് വേണമെങ്കിലും തോന്നിയ പോലെ ആർക്കെതിരെയും ഒരാളുടെ അനുമതിയും ഇല്ലാതെ നേരെ സഭ ചേരുകയാണെങ്കിൽ ആരോപണം ഉന്നയിക്കാമോ? അങ്ങനെയാണോ നിങ്ങളുടെ സ്ഥിതി, അരുൺ? മിസ്റ്റർ വേണു, അങ്ങേക്ക് സമയം കിട്ടുമ്പോൾ കാലം സാക്ഷി എന്ന സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ആത്മകഥയുണ്ട്. ആ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിലെ പ്രധാനപ്പെട്ട അധ്യായത്തിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. കൃത്യമായി ബോധ്യമില്ലാതെ ഒരു പ്രതിപക്ഷ അംഗത്തിനെതിരെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനെതിരെയും ഒരാരോപണവും ഉന്നയിപ്പിക്കാനോ അത് വിശ്വസിക്കാനോ അത് പ്രചരിപ്പിക്കാനോ തയ്യാറാകാത്ത വ്യക്തിത്വമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി മരണത്തിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ച കാലം സാക്ഷി ഈ കാലത്തിന്റെ സാക്ഷികളായി നമ്മൾ ഇവിടെ ഇരിക്കുകയാണല്ലോ. ഈ കാലത്തിന്റെ സാക്ഷികളായി നമ്മൾ ഇരിക്കുമ്പോൾ ഈ കാലത്തിന്റെ ചോദ്യങ്ങൾക്ക് ഈ കാലത്തിൽ തന്നെ നിന്നുകൊണ്ട് മറുപടി പറയണം അരുൺ. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ പാർലമെന്ററി പാർട്ടിയുടെ ഈ പറയുന്ന എല്ലാ ഒരു സെക്കൻഡ് മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ നിയമസഭയ്ക്കകത്ത് അൻവർ സ്വന്തം നിലയിൽ കീശയിൽ നിന്ന് ഒരു കടലാസ് എടുത്തു വെച്ച് 150 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുകയായിരുന്നോ? അല്ല, അതിൽ വ്യക്തമാണ്. പാർലമെന്ററി പാർട്ടിയിലും അടക്കം തന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖയും തെളിവുമുണ്ട്. ആ തെളിവ് ഏത് സമയത്തും ഹാജരാക്കാൻ തയ്യാറാണെന്നാണ് ഇന്നലെ വരെ അൻവർ പറഞ്ഞത്. ആ അൻവർ വാക്കുമാറ്റുന്നു. അങ്ങനെയൊന്നുമല്ല. UDF പല ആളുകളും സ്പീക്കറെ കണ്ടപ്പോൾ നിങ്ങൾ ഇതിന്റെ തെളിവ് എവിടെ എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് അവകാശം നിഷേധിച്ച ഒരുപാട് അനുഭവങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാർ പല ഉരു പറഞ്ഞിട്ടുള്ളതാണ് മുൻപ് ഈ നിയമസഭാ സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടങ്ങളിൽ. 2 കാര്യങ്ങളാണ് അരുൺ. ഒന്ന്, ഇത് മുഖ്യമന്ത്രി അറിയാതിരിക്കുകയാണോ? അല്ലല്ല, ഒരു സെക്കൻഡ്. ഒന്ന്, ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ അൻവർ ചെയ്തത്? മുഖ്യമന്ത്രിക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്വയം അങ്ങ് വിശ്വസിക്കുകയാണോ? അൻവർ ആദ്യം ഇത് പറയട്ടെ, പിന്നെ അൻവർ രേഖയും കൊണ്ട് വന്നോളും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണോ പിണറായി? 2, ഈ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ, പാർട്ടിയുടെ അംഗീകാരമില്ലാതെ സ്പീക്കർ ഇതിന് അനുമതി കൊടുക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. അപ്പോൾ സ്പീക്കർ എങ്ങനെയാണ് ഇതൊരു ബോധ്യമായി എടുത്തത്? പ്രതിപക്ഷ നേതാവിനെതിരെയാണ് 150 കോടിയുടെ അഴിമതി ആരോപണമാണ്. ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി ആ തെളിവുകൾ മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, തിരിച്ചു പറയുന്നു. അതിന്റെയൊക്കെ വസ്തുത കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യും. ഇതിലൊക്കെ എത്ര ആരോപണം ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അരുണെ വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പിണറായി വിജയൻ കാലം സാക്ഷിയിൽ ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷേ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സാക്ഷികളായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ പറയുന്ന പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. 5000 കോടിയുടെ പദ്ധതിയിൽ 6000 കോടിയുടെ അഴിമതി കണ്ടയാളാണ് പിണറായി വിജയൻ. അപ്പൊ പിന്നെ 150 കോടി മീൻവണ്ടിയിൽ കൊണ്ടുവരുന്ന അൻവറിന് പറ്റിയ നേതാവ് തന്നെയാണ് പിണറായി. ഞാൻ അങ്ങയിലേക്ക് വരാം. അബിൻ, ഇവിടെ അരുൺ പറഞ്ഞതിന് എന്തെങ്കിലും മറുവാദമുണ്ടോ? അബിൻ, ഇവിടെ അരുൺ പറഞ്ഞതിന് മറുപടി ഉണ്ടോ താങ്കൾക്ക്? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് ശ്രീ അരുൺകുമാർ ഇവിടെ ഇന്ന് മാത്രമല്ല പല ചർച്ചയിലും ശ്രീ VD സതീശന്റെ ഈ 150 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് അരുൺകുമാർ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇരിക്കുന്ന ചർച്ചയിലാണ് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി അദ്ദേഹം കേരളിനെ അട്ടിമറിക്കാൻ ഈ 31 ജാനുവരി 2024 അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഇട്ട ഒരു പോസ്റ്റാണിത്. ആ പോസ്റ്റിൽ തന്നെ പറയുന്നത് VD സതീശന് 150 കോടി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ KS അരുൺകുമാർ തന്നെ കർണാടകയിലെ IT കമ്പനിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട പോസ്റ്റാണ് എന്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ശ്രീ അരുൺകുമാറിനോട് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം ആ ആരോപണം ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഇനി നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ തെളിവ് നൽകുക. എന്ന രൂപത്തിലാണ്
അല്ല, അങ്ങനെ അല്ലല്ലോ. ഞാനിപ്പോ ശ്രീ വേണു, നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു വാദത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറയാമെന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അത് ഒരു പോയിന്റ്, അതായത് ശ്രീ കെ എസ് അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇന്ന് അൻവർ പറഞ്ഞതോടുകൂടി ശ്രീ പി ശശിയുടെ വാദഗതികളാണ് അൻവർ പറഞ്ഞതെന്ന് വ്യക്തമാണ്. അപ്പോൾ ശ്രീ കെ എസ് അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാപ്പ് പറയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ശ്രീ അൻവർ ഇത്രയും കാലം പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ അദ്ദേഹം പറഞ്ഞതൊക്കെ ഇവരുടെ വായിൽ നിന്ന് പറഞ്ഞതാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോ ശ്രീ അരുൺ ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രി അറിയാതെ ഇത് സംഭവിക്കില്ല എന്നും പറഞ്ഞു, പക്ഷെ അൻവർ അത് തെളിയിക്കണമെന്നും പറഞ്ഞു. എങ്ങനെയാണ് മുഖ്യമന്ത്രി അറിയാതെ ഇത്രയും വലിയൊരു ആരോപണം തെളിവില്ലാതെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി ലഭിക്കുന്നത്? നിങ്ങളുടെ ഒരു LDF സംവിധാനം എന്ന് പറഞ്ഞാൽ അത്ര ദുർബലമാണോ? എങ്ങനെയാണ് മുഖ്യമന്ത്രി അറിയാതെ നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ തീരുമാനമില്ലാതെ നിങ്ങളുടെ സ്പീക്കർ ഈ അഴിമതി ആരോപണം ഉന്നയിക്കാൻ സഭയിൽ അവസരം കൊടുക്കുന്നത്? അപ്പോ വളരെ കൃത്യമാണ്. നിങ്ങൾ അൻവറിനെ ഉപയോഗിച്ച് ഇവിടെ പല കളികളും കളിക്കാൻ ശ്രമിച്ചു. അൻവർ ഇന്നത് തുറന്നു പറയുന്നു. ആ തുറന്നു മാത്രമല്ല അരുൺ, ഇതിന് മറ്റൊരു സാഹചര്യ തെളിവ് കൂടെയുണ്ട്. അൻവർ എന്ന് പറയുകയായിരുന്നു ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള ഈ പറയുന്ന CMR അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വലിയ ആക്രമണമാണ് ഈ പറയുന്ന പ്രതിപക്ഷം ആ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണം തട്ടിക്കൂട്ടിയെടുക്കുവാൻ പി ശശിയുടെ ബുദ്ധിയിലൂടെ ഈ കാര്യങ്ങളെല്ലാം വന്നത് എന്നും അതിൻ്റെ നാവായി അൻവർ മാറിയത് എന്നും നാം ഇത് മറ്റൊരു ഉദാഹരണമായി കൂടെ താരതമ്യം ചെയ്താൽ അത് വ്യക്തമാകും. പിണറായി ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ബോധ്യമാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റിലാകുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നു. അതിന് മറുപടി കൊടുക്കുന്നത് ആരാണ്? അൻവറാണ് മറുപടി കൊടുക്കുന്നത്. മറ്റൊരു MLA-മാരുമല്ല, അൻവറാണ് മറുപടി കൊടുക്കുന്നത്. അത് പിണറായിയോടൊരു ചോദ്യമായി വരുമ്പോൾ പിണറായി എന്താ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള മറുപടി കിട്ടും. അപ്പോൾ ആരാരുടെ നാവായി, ആരാരുടെ നിഴലായി, ആരാർക്ക് വേണ്ടി നടത്തിയ യുദ്ധമാണ് ഇതെല്ലാം എന്ന് വ്യക്തമല്ലേ? ഒരിക്കലും വ്യക്തമല്ല. നിങ്ങളിപ്പോ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി പല രൂപത്തിലും കഴിഞ്ഞ 175 ദിവസമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ടൂള് ഇല്ലാതായി. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഇതിനു മുമ്പ് ആർക്കും വന്നിട്ടില്ല. മുട്ടേണ്ടത് മുട്ടണം. രാജിവെക്കേണ്ട എന്ത് സാഹചര്യമായിരുന്നു? രാജിവെക്കാൻ അൻവർ നിർബന്ധിതമാകുന്ന എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്? ഒറ്റ സെക്കൻഡ് സാർ, 175-ാം ദിവസം രാജിക്ക് നിർബന്ധിതമായ എന്ത് സാഹചര്യമാണ് അൻവറിനുണ്ടായിരുന്നത്? ഞങ്ങൾക്ക് അതൊരു കൺസേൺ അല്ല മിസ്റ്റർ. അങ്ങനെയല്ല. താങ്കൾ പറയുകയുണ്ടായി രാജിവെച്ച് പോകേണ്ട അവസ്ഥ വന്നു എന്ന്. അല്ലല്ലല്ല, അതെന്തിനാണ് അങ്ങനെ ഒരു വാദം? ഞങ്ങൾക്കതൊരു കൺസേൺ അല്ല. അതായത് അദ്ദേഹത്തിന്റെ പരാതി ഗവൺമെന്റിന് കിട്ടിയത് ഗവൺമെന്റ് സംവിധാനം പരിശോധിക്കുന്നു. പാർട്ടിക്ക് കിട്ടിയ പരാതി പരിശോധിക്കാനായി ഒന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ പറയുന്നു. പാർട്ടി സെക്രട്ടറി നിയമസഭയ്ക്ക് പുറത്ത് വാർത്താ സമ്മേളനം ഈ പറയുന്ന അൻവർ വിളിക്കുമ്പോ അത് വിവിധ തരത്തിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കാൻ മുഖ്യമന്ത്രി സന്നദ്ധമാകുന്നു. പാർട്ടി തലത്തിൽ പരിശോധന വേണമെങ്കിൽ അതിന് തയ്യാറാണ് എന്ന് CPM പറയുന്നു. അപ്പൊ ഇതിനൊക്കെ നാഥനുണ്ട്. പക്ഷെ ഇവരെല്ലാം സന്നിഹിതരായിരിക്കുന്ന എന്ന് വെച്ചാൽ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയും ഈ മുഖ്യമന്ത്രിയും സന്നിഹിതരായിരിക്കുന്ന നിയമസഭയിൽ 180 കോടിയുടെ ഒരു ആരോപണം അൻവർ ഉന്നയിച്ചാൽ അതിന് നാഥനില്ല. അത് 4ആയി മടക്കി കീശയിൽ വെച്ചാൽ മതി അരുണേ ആ വാദം. നിങ്ങൾ അല്ല ആയിക്കോട്ടെ, ഒറ്റ മിനിറ്റ് സമയം താട്ടെ, ഓരോ ചോദ്യത്തിൽ ഇടപെടല്. ഇവിടെ അങ്ങ് DMK വന്നു, എല്ലാ ജില്ലയും തൂത്തുവാരും CPM-ന്റെ അങ്ങ് അടിത്തറ തകർക്കുമെന്ന് പറഞ്ഞിട്ടേ 3412 വോട്ടാണ് എല്ലാ സിനിമാ പ്രവർത്തകരെ കൊണ്ടെന്ന് അണിനിരത്തിയിട്ടും കിട്ടിയത്. എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. ഉന്നയിച്ചാലും ഞങ്ങൾക്ക് ഇതൊരു കൺസേൺ അല്ല. ഞങ്ങൾ ഇതിന്റെ പുറകെ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അദ്ദേഹം പുറത്തുവിടട്ടെ. എന്ത് ആരോപണം അദ്ദേഹം ഉന്നയിച്ചോട്ടെ. ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വയനാട്ടിലെ ആത്മഹത്യ, ആ വിഷയം DCCയുടെ ട്രഷറർ തന്നെ ആത്മഹത്യ ചെയ്തത്, മകനെ കൊന്നത്, ആ കൊലപാതക പ്രേരണയും ആത്മഹത്യാ പ്രേരണയും എല്ലാം അവസാനിപ്പിക്കണം, ചർച്ചയിൽ നിന്ന് അവസാനിപ്പിക്കണം. അതുപോലെ രാഷ്ട്രീയത്തിൽ ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടാണ് കിട്ടിയത് എന്ന് അൻവർ ചോദിക്കുകയാണ് എങ്കിൽ 2011 CK ചന്ദ്രപ്പൻ നിങ്ങളോട് ചോദിച്ച ഒരു ചോദ്യവും അവിടെ കിടപ്പുണ്ട്. അന്ന് ഈ പറയുന്ന അഷ്റഫ് അലി എന്ന് പറഞ്ഞ CPIയുടെ സ്ഥാനാർത്ഥിക്ക് എത്രയാ കിട്ടിയത്? അന്ന് അൻവറിന് എത്രയാ കിട്ടിയത്? അതിനെപ്പറ്റി CK ചന്ദ്രപ്പന്റെ മറുപടി എന്തായിരുന്നു? അപ്പൊ ചേലക്കരയിൽ തുടങ്ങി ഒടുങ്ങുന്നതല്ല
അൻവറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയേണ്ട ഉത്തരങ്ങൾ. അഭിനെ, ഇവിടെ ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ ചുരം കയറുകയാണ് അരുൺകുമാർ. ചോദ്യം ഇതാണ്, ഇവിടെ മലപ്പുറത്തെ ഗസ്റ്റ് ഹൗസിലിരുന്ന് അൻവർ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പരിശോധിക്കാൻ ഒരു സർക്കാർ തയ്യാറായി, പാർട്ടി തയ്യാറായി. ഇവർ രണ്ടുപേരും സന്നിഹിതരായിരിക്കുന്ന നിയമസഭയിൽ അൻവർ എന്തു പറഞ്ഞാലും അത് അൻവർ തെളിയിക്കേണ്ടത്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ദഹിക്കുക? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ശ്രീ PV അൻവർ ഉന്നയിച്ച ആരോപണം, ആ ആരോപണത്തെ ഞങ്ങൾ അന്ന് തന്നെ പുച്ഛിച്ചു തള്ളിയാണ്. അത് തള്ളിയതിന്റെ കൂടെ തന്നെ ഞങ്ങളന്ന് പറഞ്ഞതാണ്, ഇത് മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും അറിവില്ലാതെ ഈ ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. അത് ഈ കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിന്റെയും നിയമസഭാ നടപടിക്രമങ്ങളും അറിയാവുന്ന എല്ലാവർക്കും അറിയാം. CPM-ന്റെയും LDF-ന്റെയും സംഘടനാ രീതി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ പൊളിറ്റിക്കൽ കൺസേൺ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺസെന്റ് ഇല്ലാതെ ഇത് അവതരിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ കൺസെന്റ് വെച്ചാണ് ശ്രീ PV അൻവർ ഇത് ഉന്നയിച്ചത്. അതിനുശേഷം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചകളിലെല്ലാം പക്ഷേ അഭിനെ ഒരു പ്രശ്നമുള്ളത് 175-ാം ദിവസം MLA സ്ഥാനവും കൂടെ രാജിവെച്ചതിന് ശേഷം ഈ പറയുന്ന P ശശി ഈ സതീശനെതിരെയുള്ള നീക്കം നടത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം UDF പ്രവേശനത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിന്നത് സതീശന്റെ നിലപാടാണ്. ആ ഘട്ടത്തിൽ അൻവർ ഇങ്ങനെ ഒരു കഥ മെനയുകയല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? കാരണം ഇപ്പൊ ശശി ഈ കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ശശി വെറുതെ ഓരോ കാര്യങ്ങൾ നിഷേധിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ശശി ഈ പറയുന്ന തലശ്ശേരി കോടതിയിലേക്ക് അൻവറെ എത്തിക്കുന്ന തരത്തിലുള്ള ഈ മാനനഷ്ട കേസ്, ഒന്നിലധികം മാനനഷ്ട കേസുകൾ കൊടുത്ത് അതിനിപ്പോൾ അൻവർ മറുപടി പറയേണ്ട സ്ഥിതി എത്തി നിൽക്കുകയാണ്. ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഈ പറയുന്ന അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ട് എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ തന്നെയാണ് ശശി നിയമ പോരാട്ടം നടത്തുന്നത്. ഇതിലും അതേ വഴിയിലേക്ക് പോകുമെന്നാണ് ശശി പറയുന്നത്. അതുകൊണ്ട് അൻവർ ഈ ഘട്ടത്തിൽ ഇത്ര വൈകിയ വേളയിൽ ശശിയെ കുരുക്കിക്കൊണ്ട് സതീശനുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നതിനെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുമോ? അതായത് അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ ശ്രീ വേണു. അതായത് ശശിയും അൻവറും തമ്മിലുള്ള നിയമ പോരാട്ടം അവർ നടത്തിക്കോട്ടെ. അത് അവര് അനിയനും മച്ചമ്പിയും തമ്മിൽ പല കൂട്ടുകച്ചവടങ്ങളും ഉണ്ടായിരുന്നു. അത് ഉടക്കി കഴിഞ്ഞപ്പോൾ ചില നിയമ പോരാട്ടങ്ങൾ നടത്തുന്നു. അത് അവർ തന്നെ നടത്തട്ടെ, അത് അവിടെ നിൽക്കട്ടെ. അതിപ്പം ഞങ്ങളെ കൺസേൺ ചെയ്യുന്ന കാര്യമല്ല ഇപ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ 150 കോടി രൂപയുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. അതെന്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു? അതിന്റെ കാരണം ഇതാണ്. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് 1.5 വർഷമായി. ഈ ആരോപണം ഉന്നയിച്ച അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇതൊരു തെളിവില്ലാത്ത ആരോപണമാണ്. അതുമാത്രമല്ല, ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല, യാതൊരു വിധത്തിലുമുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. ഈ ആരോപണത്തിന് ശേഷം ശ്രീ അൻവറിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള തെളിവ് കൊണ്ടുവരാൻ സാധിച്ചില്ല. വിജിലൻസ് കോടതിയിൽ ഇവരുടെ ഘടകകക്ഷി നേതാവായ ശ്രീ ഹഫീസ് കോടതിയിൽ പോയി. കോടതി ചോദിച്ചത് തെളിവ് എവിടെ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ പൊസിഷൻ തന്നെയാണ് അവിടെ പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്നത്. കാരണം എന്താ? അതിന് തെളിവില്ല, ഇത് വ്യാജമായ ആരോപണമാണ്, ഇത് ചുമ കെട്ടിച്ചമച്ച ആരോപണമാണ്, ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ ഈ അടിസ്ഥാനത്തിൽ 1.5 കൊല്ലം കഴിഞ്ഞു വന്ന് ഞാൻ ഈ ആരോപണം വെറും പൊള്ളയായി പറഞ്ഞതാണെന്നും ഇത് ശശിയും മുഖ്യമന്ത്രിയും പറഞ്ഞതിന്റെ അല്ലെങ്കിൽ ശശി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയല്ലേ ശ്രീ വേണു ചെയ്തത്? അതല്ലേ ഇതിന്റെ ന്യായമായ സംഗതി. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 1.5 കൊല്ലമായി ഇനി അൻവർ കൊടുത്ത തെളിവ് മുഖ്യമന്ത്രി പുറത്തുവിടണ്ടേ? ശ്രീ അൻവർ, താങ്കൾക്ക് കേൾക്കാമോ ചോദിക്കുന്നത്? കേൾക്കാം. വേണു, ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ വേണു ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാ. രാവിലെ തുടങ്ങിയ സംസാരം എനിക്ക് ഭയങ്കര ഹെഡ് ഏക്കിൽ നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റിൽ തീർത്ത് തന്നാൽ വളരെ ഉപകാരം. അയ്യോ, 5 തീരെ കുറവായി പോയി. കുറച്ചൊന്ന് നിൽക്കൂ, പറ്റുന്നത്രയും ഒന്ന് നിൽക്കൂ. ശ്രീ അൻവർ, എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. വീണ്ടും വിളിച്ചുകൊണ്ട് ശരി, ഈ 175 ദിവസത്തിന് ശേഷം ഈ P ശശിയാണ് സതീശന്റെ ഈ ആരോപണം, താങ്കൾ സതീശനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിലെന്ന് പറഞ്ഞ കാരണം എന്താണ്? ഇത്രയും ദിവസം എടുത്തു ഇത് പറയാൻ. ഈ MLA സ്ഥാനവും രാജിവെച്ച് UDF പ്രവേശനത്തിന് ഒരേ ഒരു തടസ്സം സതീശന്റെ നിർബന്ധ ബുദ്ധിയാണ് എന്ന് വരുമ്പോഴാണ് ഈ ശശിക്കഥ താങ്കൾ പറയുന്നത്. മാത്രമല്ല, താങ്കൾ മുൻപ് ശശിക്കെതിരെ എന്തൊക്കെ ഉന്നയിച്ചിട്ടുണ്ടോ അതിനൊക്കെ ശശി നിയമയുദ്ധത്തിലേക്ക് പോവുകയും അതിന്റെ ഭാഗമായി താങ്കൾക്ക് കോടതിയിലേക്ക് പോകേണ്ട സ്ഥിതിയും വന്നിട്ടുണ്ട്. ഈ കാര്യത്തിലും ശശി നിയമയുദ്ധത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ സത്യം എന്താണ്? ഇല്ല, എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഞാൻ വെളിപ്പെടുത്തിയ തെളിവ് കൊടുത്ത കാര്യം ഇപ്പോൾ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് പലതും പറഞ്ഞത്. ഇപ്പം മാമി കേസ് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റിദാൻ വധക്കേസ് അവർ തൊട്ടിട്ടില്ല.
സ്വർണ്ണക്കേസ് തൊട്ടിട്ടില്ല. ആകെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അതിൻ്റെ ഡയറക്ടർ തന്നെ തള്ളിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഡയറക്ടർ തന്നെ തള്ളിയിരിക്കുകയാണ്. എനിക്കറിയാം ഇത് ഈ രീതിയിലേ പോകൂ എന്നത്. അതുകൊണ്ട് എനിക്ക് പുറത്ത് പറയേണ്ട പല കാര്യങ്ങളും വേറെയുണ്ട്. അത് എല്ലാം കൂടെ പുറത്ത് പറഞ്ഞ് ഇതെല്ലാത്തിൻ്റെ തെളിവുകൾ നശിപ്പിച്ച് ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല. അപ്പോൾ ഇനിയും പല കാര്യങ്ങളുമുണ്ട്. ഈ കൊടുത്ത കാര്യങ്ങളുടെ തീരുമാനങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശശിയുടെ കാര്യം ഈ പറയേണ്ട കാര്യം സമയം ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ശരി, ഈ പറയുന്ന ശശി ഈ കാര്യങ്ങളൊക്കെ അങ്ങയോട് സംസാരിച്ചല്ലോ, ഇത് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നല്ലോ അല്ലേ? അല്ലാതെ നിയമസഭയിൽ ഇതൊരു ആരോപണമായി ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. അത് അറിയില്ല, എനിക്ക് മുഖ്യമന്ത്രിക്ക് അറിയോ എന്നുള്ളത് ശശിയോടാണ് ചോദിക്കേണ്ടത്. സ്പീക്കർക്ക് അറിയല്ലോ, പാർലമെന്ററി പാർട്ടിക്ക് അറിയല്ലോ, അല്ലാതെ സ്പീക്കർ അതിന് പെർമിറ്റ് ചെയ്യോ? അല്ല, നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന്റെ നടപടിക്രമം എന്താണ്? അവരോട് ചോദിക്കൂ. അല്ല സർ, നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു അഴിമതി ആരോപണം, ഇത്ര ഗൗരവതരമായ അഴിമതി ആരോപണം കാര്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ അത് സ്പീക്കർക്ക് എഴുതി കൊടുക്കണം. സ്പീക്കർ അത് പഠിക്കണം. സ്പീക്കർക്ക് അത് ബോധ്യപ്പെട്ടാൽ അത് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള പെർമിറ്റ് തരും. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? പാർലമെൻ്ററി പാർട്ടിയാണ്. അങ്ങനെ പെർമിറ്റ് കിട്ടി ഇന്ന ദിവസം ഇന്ന സമയത്താണ് നിങ്ങളത് എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന പാർലമെൻ്ററി പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ആണ് അതിൻ്റെ വിവരം കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ ഉത്തരവാദിത്തമുള്ള സംഗതിയാണ്. എനിക്ക് വായിൽ തോന്നി എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റുന്ന സ്ഥലമല്ല കേരളത്തിൻ്റെ നിയമസഭ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമസഭകൾ. അതാണ് നിങ്ങളതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പാർലമെൻ്ററി പാർട്ടിയുടെ അനുമതി എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായ അനുമതി നൽകേണ്ട ആളുടെ പേര് മുഖ്യമന്ത്രി എന്ന് തന്നെയല്ലേ? ആയിരിക്കും. പാർലമെൻ്ററി പാർട്ടി സ്വാഭാവികമായിട്ടും സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് അവരോട് ചോദിച്ചാൽ അവരതിന് ഉത്തരം പറയണമല്ലോ. 150 കോടിയുടെ അഴിമതി ആരോപണമാണ്. സ്വാഭാവികമായും ഈ സ്പീക്കറോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർലമെന്ററി പാർട്ടിയോ ഒന്നും ചോദിച്ചില്ലേ ഇതിന്റെ മറ്റ് തെളിവുകൾ? ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല എന്ന്. ഞാൻ ശശിയുമായി സംസാരിച്ച് പിന്നെ പാർട്ടിയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണ് ഇന്ന ദിവസമാണ് നിങ്ങളുടെ സ്പീച്ചുള്ളത്, ഈ ടൈം തന്നിട്ടുള്ളത് എന്നുള്ള അറിയിപ്പാണ് എനിക്ക് കിട്ടുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പിന്നീട് ഇതിനകത്ത് എപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായത്? ഇപ്പോൾ ഈ വിജിലൻസ് കോടതിയിലേക്ക് വരെ ഇത് പോവുകയും മറ്റ് തെളിവുകൾ കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്തല്ലോ. ആ ഘട്ടങ്ങളിലൊക്കെ ഇത്തരം ഒരു മനസ്സിലാക്കൽ താങ്കൾക്കില്ലായിരുന്നോ? താങ്കൾ വൈകിയ വേളയിൽ മാത്രമാണോ ശശി പറ്റിച്ചു എന്ന് മനസ്സിലാക്കുന്നത്? അല്ല വേണു, ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ, പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ, ആ പരാതിയുടെ കോപ്പി നിങ്ങളുടെ അടുത്തുണ്ടാവും, നിങ്ങളുടെ ഡെസ്കിലുണ്ടാവും. അതെടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. അതിൽ ഈ വിഷയം ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ എന്നെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചിട്ട് വിജിലൻസിൽ ഒരു തെളിവും കൊടുത്തില്ല പോലീസ്, എന്നെ അപമാനപ്പെടുത്തി എന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് അന്ന് കൊടുത്ത പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത കത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. വേണു ദയവായി ഡെസ്കിലാന്ന് പരിശോധിക്കാൻ പറയൂ. അല്ല, താങ്കൾ ഈ പറയുന്ന കാര്യം ശരിയാണ്, അന്ന് താങ്കൾ ഇത് പറയുകയും ചെയ്തതാണ്. പക്ഷേ അല്ലല്ലോ, ഒരു സെക്കൻഡ്, തെളിവുകൾ കൊടുക്കാനായിട്ട് ഈ പറയുന്ന വിജിലൻസ് സംവിധാനം അടക്കം പ്രവർത്തിച്ചില്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ തെളിവുകൾ താങ്കളുടെ കൈകളിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ആ കാര്യം ആ ഘട്ടത്തിൽ പറയുന്നില്ലല്ലോ താങ്കൾ. അല്ല, തെളിവ് ആരെടുത്തുള്ളത്? ഏൽപ്പിച്ചവരുടെ കയ്യിലല്ലേ ഉള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ വിജിലൻസ് അന്ന് എന്നോടല്ല ചോദിക്കേണ്ടത്. ചോദിക്കുമ്പോൾ ഞാൻ ആരോടാ പറയാം? സ്വാഭാവികമായിട്ടും വിജിലൻസ് അത് ഇടപെടുമ്പം പി ശശി അത് അറിയാതിരിക്കുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അവരല്ലേ എൻ്റെ കയ്യിൽ തന്ന് ഞാൻ കൊടുക്കേണ്ടത്, അവർ എൻ്റെ കയ്യിൽ തരണ്ടേ? അങ്ങനെ എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചത് പോലുമില്ലല്ലോ വിജിലൻസ്. അതല്ലേ ഇതിൽ ലോകത്ത് എവിടെയും കേട്ടിട്ടുണ്ടോ? എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കണ്ടേ, നിങ്ങളിങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടല്ലോ, കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നൊരടിസ്ഥാനത്തിൽ ഒന്ന് ചോദിക്കണ്ടേ എന്നോട്? അതൊന്നും ഇല്ലാതെയല്ലേ പോലീസ് എഴുതി കൊടുത്തത്, ഇതിലൊരു തെളിവില്ല. അത് എന്താ അത് സംഭവം? അല്ല ശ്രീ അൻവർ, ഒരു പ്രശ്നമുണ്ടപ്പോൾ ഇതിപ്പോൾ ഈ 150 കോടിയുടെ അഴിമതി ആരോപണം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാനായിരുന്നു. പക്ഷെ സർക്കാർ എന്നിട്ട് ഇതിൽ തെളിവില്ല എന്ന് പറയുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ വിജിലൻസ് ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞ് ആ കേസ് എഴുതിത്തള്ളപ്പെടുകയാണെങ്കിൽ കൂടുതൽ തിളക്കമുള്ളൊരു പ്രതിപക്ഷ നേതാവായിട്ടല്ലേ വി ഡി സതീശൻ മാറുക? അങ്ങനെ സർക്കാർ ആലോചിക്കുമോ? അതിൻ്റെ ഒന്നും മാജിക്കും അതിൻ്റെ ഒന്നും ലോജിക്കും ഒന്നും ആർക്കും മനസ്സിലാവില്ലേ?
ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിൻ്റെ ലോജിക്ക് എന്താണ്? പോലീസിൻ്റെ നടപടികൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് എടുത്തു നോക്കിയാൽ ഈ ഗവൺമെൻറ്റിനെ ഈ കോലത്തിൽ ഇല്ലായ്മ ചെയ്തതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം കേരളത്തിൻ്റെ പോലീസിനല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തൊന്നും മനസ്സിലാവുന്നില്ല. ശരി, എനിക്ക് 2-3 അല്ലാത്ത ചോദ്യങ്ങൾ കൂടിയുണ്ട്. അങ്ങയിൽ നിന്ന് ചുരുക്കം വാക്കുകളിൽ മറുപടി കിട്ടാൻ വേണ്ടി. ഇവിടെ ഈ നിയമസഭാ താങ്കൾ എന്നാലും വെറുതെ വിടുന്നുണ്ടാവില്ലല്ലോ CPM. അപ്പോൾ ഈ പിണറായിസം ഈ നിയമസഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് താങ്കളെ അയോഗ്യനാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടായിരുന്നോ? അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ താങ്കൾ ഈ പറയുന്ന ശനിയാഴ്ച തന്നെ മെയിൽ മുഖാന്തരം ഈ കാര്യം സ്പീക്കറെ അറിയിച്ചത്, ഇന്ന് വന്ന് ആ രാജി എന്ന് പറയുന്ന നടപടിക്രമം പൂർത്തിയാക്കിയത്? ഒരിക്കലുമല്ല. അവരങ്ങനെ വിചാരിച്ചത് നടക്കില്ലല്ലോ. നിയമം എല്ലാവർക്കും ബാധകമല്ലേ. അവർക്ക് ഈ പറഞ്ഞതുപോലെയുള്ള കുബുദ്ധി ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനത് അവിടെ പാർട്ടിയുമായി സംസാരിച്ച്, മമതാ ബാനർജിയുമായി സംസാരിച്ച്, നിങ്ങൾ പ്രത്യക്ഷമായ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് നീങ്ങണം, ഈ ഇത്രയും വലിയ വിഷയങ്ങളാണ് താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പാർട്ടി താങ്കളുടെ കൂടെ ഉണ്ടാകും, അതുകൊണ്ട് റെസിഗ്നേഷൻ നടത്തി നിങ്ങൾ സ്പീക്കറെ കണ്ട് നിങ്ങൾ റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ തിരിച്ചു വരണം, വന്നതിന് ശേഷം മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് മെയിൽ ചെയ്തതാണ്. ശരി, ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വിശദീകരിക്കുമ്പോൾ താങ്കൾ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മാപ്പപേക്ഷ നടത്തുകയുണ്ടായി. അൻവർ എന്ന് പറഞ്ഞാൽ ശക്തമായ മൂർച്ചയുള്ള നാവിൻ്റെ ഒരു ഉടമയാണ്. പക്ഷേ അങ്ങ് സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറയുകയായിരുന്നു, സതീശൻ്റെ കാര്യത്തിലായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലായാലും. അങ്ങനെ ഒരു ഉപാധി വെച്ചിട്ടുണ്ടായിരുന്നോ UDF? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനിന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞതാണല്ലോ. ഞാൻ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും എന്നെ ഫൂളാക്കുകയായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടിട്ട് കുറച്ചായി. അത് പറയേണ്ട ഒരു ഘട്ടം വരാൻ ഞാൻ കാത്തിരുന്നു. ആ ഘട്ടം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ശരി, ഇന്നിപ്പോൾ താങ്കൾ ജോയിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിന് താങ്കൾ വിശദീകരിച്ചൊരു കാര്യവുമുണ്ട്. ആ മേഖലയിൽ ഏതാണ്ട് 30% മലയോര മേഖലയിൽ ക്രിസ്ത്യാനികളാണ്. അവരാണ് ദൈനംദിന ജീവിതത്തിൽ ഇത്തരം വന്യമൃഗങ്ങളുടെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അത് ജോയിയും അനുഭവിക്കുന്നു. അതുകൊണ്ട് ജോയി വരട്ടെ അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് എന്ന്. പിന്നെ സണ്ണി ജോസഫിൻ്റെയൊക്കെ കാര്യം താങ്കൾ വളരെ ലോജിക്കലായി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതുമാത്രമല്ല, നിലമ്പൂർ മണ്ഡലം നിങ്ങളുടെ കുടുംബവും ഈ ആര്യാടൻ്റെ കുടുംബവും തമ്മിലുള്ള വൈരമുണ്ട്. അവിടെ നിങ്ങൾ തന്നെ തോൽപ്പിക്കുകയുണ്ടായി ആര്യാടനെ. അങ്ങനെയാണത് പിടിച്ചെടുക്കുന്നത് ശ്രീ അൻവർ. ആ മണ്ഡലം ഏതാണ്ട് 6 തവണ തുടർച്ചയായി ആര്യാടൻ ജയിക്കുന്ന അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ മണ്ഡലം. ഈ കോൺഗ്രസും ലീഗുമെല്ലാം, കോൺഗ്രസിലെ മറ്റ് ഗ്രൂപ്പും ലീഗുമെല്ലാം ആര്യാടൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന അത്രയും അപ്രമാദിത്വമുള്ള 6 തുടരൻ വിജയങ്ങൾ, അതാണ് താങ്കൾ അവസാനിപ്പിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ആര്യാടൻ ഷൗക്കത്തിനെയും തോൽപ്പിച്ചു. അങ്ങനെ ഒരു വൈരം നിലനിൽക്കുന്ന മണ്ഡലം, കൊണ്ടും കൊടുത്തും നിന്നിരുന്നൊരു മണ്ഡലം, ആര്യാടൻ ഷൗക്കത്തിനെ താങ്കൾ തോൽപ്പിച്ചൊരു മണ്ഡലം, അവിടെ വീണ്ടും ഷൗക്കത്ത് വന്നുകൂടാ എന്നത് കുറേ കാലമായിട്ടുള്ള നിങ്ങളുടെ ഒരു നിർബന്ധ ബുദ്ധി തന്നെയല്ലേ? എന്തപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പറയാം. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഒറ്റ ഉദ്ദേശം അവിടെ ഈ പറയുന്ന ഞാൻ എന്ത് വിഷയത്തിനാണോ ഈ നിയമസഭ വിട്ട് ഇറങ്ങി വരുന്നത്, ആ വിഷയം ഏറ്റെടുക്കാൻ ആത്മാർത്ഥതയും അനുഭവ പരിജ്ഞാനവും ഉള്ള ഒരു വ്യക്തി ഭാഗ്യവശാൽ അവിടെ തന്നെ ഉണ്ട്. DCC പ്രസിഡന്റ് നിലമ്പൂരിൽ തന്നെ. ജോയ് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാനിങ്ങനെ സജഷൻ വെക്കില്ലല്ലോ. അദ്ദേഹം ഒരു മലയോര കർഷകനാണ്, അവിടെയാണ് ജീവിക്കുന്നത്, ഈ കാട്ടിൻ്റെ വക്കത്താണ്, ജീവിക്കാൻ കഴിയാത്ത വ്യക്തിയാണ്. ഈ ശല്യം കൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലക്ക് ഞാനൊരു റിക്വസ്റ്റ് നടത്തി UDF ലീഡർഷിപ്പിനോട്. പക്ഷേ ശ്രീ അൻവർ, അതിൽ ഇന്നിപ്പോൾ TP രാമകൃഷ്ണന്റെ പ്രതികരണം അങ്ങ് കണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റു തിരക്കുകളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. TP രാമകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അൻവർ അവിടെ ആര് മത്സരിക്കണം എന്നത് ഉൾപ്പെടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ UDFും കോൺഗ്രസും അതിലൊരു നിലപാടെടുക്കട്ടെ, എന്നിട്ട് ആവശ്യമെങ്കിൽ പാർട്ടിയും മുന്നണിയും ഒരു നിലപാടെടുക്കുമെന്ന്. എന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തിലാണ്. നേരത്തെ ഈ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയുമായി ബന്ധപ്പെട്ട് ഷൗക്കത്തിനെ ക്ഷണിച്ചിട്ടുള്ളതാണ്. ഷൗക്കത്ത് അവിടെ ആ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തെ ലംഘിച്ചുകൊണ്ടും KPCCയുടെ വിലക്ക് ലംഘിച്ചും ഈ പറയുന്ന പലസ്തീൻ റാലി നടത്തിയിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ ഷൗക്കത്തിനൊരു സാധ്യത കൂടെ തെളിയപ്പെടുകയാണ് താങ്കളുടെ ഈ പ്രതികരണത്തിലൂടെ. അതിനുള്ള മറുപടി എന്താണ്? അല്ല, അദ്ദേഹം ഒരു വലിയ സാംസ്കാരിക നായകനല്ലേ. ആ നിലക്കായിരിക്കും അദ്ദേഹത്തെ പലസ്തീൻ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ സെമിനാറിനോ മറ്റോ വിളിച്ചിട്ടുണ്ടാവുക.
അതൊന്നും കൂട്ടി വായിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അല്ലല്ല ഒരു സരിനെ പൊക്കിക്കൊണ്ടുവരാമെങ്കിൽ ഒരു സരിനെ പൊക്കിക്കൊണ്ടുവരാമെങ്കിൽ ഒരു ഷൗക്കത്തിനെയും പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. അല്ല, അതൊക്കെ ഇപ്പോൾ ആ പാർട്ടി വിചാരിച്ചാൽ ആരെയും പൊക്കുന്നു. അല്ല, അതിന് വഴിയൊരുക്കുകയാണ് താങ്കളുടെ ഈ പ്രതികരണം. അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ പാർട്ടിക്ക് എടുത്തപ്പോൾ എന്താ ഞാൻ പറയാ, അങ്ങനെയൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ, ശരി, സാഹചര്യങ്ങൾ. ശരി. ശ്രീ അൻവർ, ഇപ്പോ ഈ നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ മേഖല കലാമേഖല ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേഖല യഥാർത്ഥത്തിൽ ഈ കലയും സംസ്കാരമൊക്കെ ആയതുകൊണ്ട് അതിൽ നല്ല ഭാവിയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്, വലിയ രീതിയിൽ വിജയിച്ച സിനിമകളൊക്കെ അല്ലേ. ആ നിലക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും നിലമ്പൂർ ആഴ്ചയുടെയൊക്കെ ഒരു സാംസ്കാരിക കേന്ദ്രം, പഴയ കാലത്തെ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ്. അത്തരത്തിലുള്ള സാംസ്കാരിക നായകന്മാർ ഇന്ന് നിലമ്പൂരിൽ ഇല്ല. പക്ഷേ രാഷ്ട്രീയവും ഒരു കലയാണ്. നല്ലൊരു സാംസ്കാരിക നായകനെ, പക്ഷേ രാഷ്ട്രീയവും ഒരു കലയാണ്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ശ്രീ അൻവർ, പിന്നെ നിലമ്പൂര് ഇനി താങ്കൾ മത്സരിക്കില്ല എന്ന് കട്ടായം പറയുകയാണ്. പാലക്കാട് അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു ആലോചനയുണ്ടോ? എന്ന് വെച്ചാൽ മറ്റു മണ്ഡലങ്ങൾ. എന്ത് ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ വിട്ടുപോകണത്, രാജിവെക്കണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ തന്നെ നിന്നാൽ പോരെ. ആ ചോദ്യത്തിലും നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ചിന്ത എന്നെ സംബന്ധിച്ചിട്ടില്ല. ശരി, ഇനി ഒരു പക്ഷേ ഈ പറയുന്ന അടുത്ത തവണ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല, എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിലില്ല, പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇനി മത്സരിച്ച് ഒരു പരാജയമെങ്ങാനും സംഭവിക്കുകയാണ് എങ്കിൽ, രാഷ്ട്രീയമാണല്ലോ, രാജ്യസഭാ സീറ്റ് അങ്ങനെ ഒരു ഓഫർ തൃണമൂൽ വെച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഒന്നും അത്രയും വലിയ ഡിസ്കഷനിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ലല്ലോ. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രാജ്യസഭാ സീറ്റ്, ഉപമുഖ്യമന്ത്രി പദം ബംഗാളിലുമാണെങ്കിൽ അവർക്ക് തരാമല്ലോ. 6 മാസം കഴിഞ്ഞ് തന്നെ വോട്ട് അവിടെ ചേർത്ത് വിജയിപ്പിച്ചാൽ മതി. അപ്പം അതൊക്കെ നമ്മുടെ എന്താ പറയുക, ഒരു വലിയ എന്താ പറയുക, നമ്മൾ കണക്ക് കൂട്ടാൻ പറ്റാത്ത ഇമാജിനേഷൻസായി മാറില്ലേ. അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അതൊന്നും തള്ളിക്കളഞ്ഞുകൂടാ. കാരണം ബംഗാളിൽ ആകെ 16 രാജ്യസഭാ സീറ്റാണ്. അതിൽ നിലവിൽ 12 TMCക്കാണ്. 5 ഒഴിവ് വരുന്നുണ്ട് 2026 ഏപ്രിലിൽ. അതുകൊണ്ട് സാധ്യതകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. വേണോ വേണ്ടോ എന്നത് അങ്ങേക്ക് തീരുമാനിക്കാം. അടുത്ത ചോദ്യം, ശ്രീ അൻവർ, ഇവിടെ ഇപ്പോൾ മമതാ ബാനർജി അടക്കമുള്ള ഞാൻ വേഗം 1-2 ചോദ്യങ്ങളൂടി, നീട്ടില്ല അധികം. ഈ പിണറായിസത്തിന്റെ അവസാനത്തെ ആണി, മനസ്സിലായി, പിണറായിസത്തിന്റെ അവസാനത്തെ ആണിയടിക്കാനാണല്ലോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുമെന്ന് അങ്ങ് പറഞ്ഞത്. അതവിടെ അങ്ങനെ നടക്കട്ടെ. അത് കഴിഞ്ഞാൽ പറയുന്ന 2000 ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 17ലേക്ക് താങ്കൾ LDFനെ താഴ്ത്തും എന്ന് പറഞ്ഞ ഘട്ടം, 123ലേക്ക് ഈ പറയുന്ന UDFനെ ഉയർത്തുമെന്ന് പറയുന്ന ഘട്ടം. അവിടെ ഈ പിണറായിസത്തെ മുഖാമുഖം കാണാൻ കഴിയുന്ന ഒരു മണ്ഡലം വരും. അത് ബേപ്പൂരാണ്. അവിടെയാണ് അങ്ങ് ഈ പറയുന്ന പിണറായിസത്തിന്റെ പരമമായ മുഖമായ മുഹമ്മദ് റിയാസ് ഇനിയും മത്സരിക്കാൻ പോകുന്നത്. പിണറായി മത്സരിക്കാനൊന്നും സാധ്യതയില്ല. ബേപ്പൂർ അങ്ങനെയെങ്കിൽ മുഖാമുഖം നിൽക്കുമോ? ഇപ്പോൾ ഷീലാ ദീക്ഷിതിനെ മുഖാമുഖം പോയി നിന്ന് കെജ്രിവാൾ നേരിട്ടില്ലേ? വാരണാസിയിൽ മോദിയെ പോയി കണ്ട് നേരിട്ട് മുഖാമുഖം പോരാടിയില്ലേ? അങ്ങനെ വേണമല്ലോ ഒരു ഇസത്തെ തകർക്കാൻ. ബേപ്പൂർ പോകുമോ വെല്ലുവിളിയോടെ? ഇല്ല, അത് വേണോ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു. ഞാൻ കണക്കാക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി മത്സരിക്കുമെന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും താല്പര്യവും അത് തന്നെയാണ്, അടുത്ത മുഖ്യമന്ത്രി പദം. സ്വാഭാവികമായിട്ടും അങ്ങനെ പിണറായി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ ഞാൻ മത്സരിക്കും. UDF പിന്തുണ തന്നാൽ അവിടെ ഞാൻ മത്സരിക്കും. അല്ല, റിയാസിൻ്റെ അടുത്തൊന്നും പോയിട്ട് ഇപ്പോൾ നമ്മൾ മത്സരിക്കണ്ടല്ലോ. അതൊക്കെ വലിയ വലിയ ആളുകളല്ലേ. ശരി, വളരെയധികം നന്ദി ശ്രീ PV അൻവർ. താങ്കൾ ആവർത്തിച്ച് താങ്കളുടെ അനാരോഗ്യം പറഞ്ഞുകൊണ്ടാണ് വിടുന്നത്. വളരെ നന്ദി താങ്കൾ ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന്, ചോദ്യങ്ങളോട് പ്രതികരിച്ചതിന്. അൻവറിനോട് മമതയേറുന്നു എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇവിടെ അൻവർ പറഞ്ഞ പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രസക്തമായി തോന്നുന്ന കാര്യത്തിനുള്ള അങ്ങയുടെ മറുപടി എന്താണ്? അല്ല, അൻവറെ കൂട്ട് പൊതുരാഷ്ട്രീയത്തിൽ നന്നായിട്ട് ഇടപെടുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ലൈവായി ഇരിക്കുകയും
ഏത് വിഷയവും നല്ല ബോധ്യത്തോടെയും ധാരണയോടെയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത് ഇത് പറഞ്ഞത്. ഈ 175 ദിവസം അത് പറഞ്ഞില്ലല്ലോ. MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി പല മാപ്പും വരും, പല ആരോപണവും വരും. നാളെ വരാൻ പോകുന്ന മാപ്പ് ഇതിനെക്കുറിച്ചായിരിക്കും. അൻവർ നാളെ വരാൻ പോകുന്നത് ഗാന്ധി എന്ന പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത 4ാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറി. ഞാനല്ല പറഞ്ഞത്, ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന സകല മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിന്റെ ഇങ്ങനെ ഒരു മനുഷ്യന് ഉണ്ടാകുമോ? നെഹ്റു കുടുംബത്തിന്റെ ജനിച്ച ഒരാൾ എന്ന് പറയാൻ കഴിയുമോ? എനിക്ക് ഇക്കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് യാതൊരു തർക്കമില്ല. അതിലുള്ള മാപ്പും നാളെ വരും. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പലരെയും കണക്ട് ചെയ്യും. ഇപ്പൊ എന്തായാലും തലശ്ശേരി കോടതിയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓൺ റെക്കോർഡ് മറുപടി ഉണ്ട്. അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങനെ, അല്ല ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ അതിന് കിട്ടുമെന്നുള്ള പിണറായിയുടെ മറുപടി ഉണ്ട്. ആയിക്കോട്ടെ, അത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല മിസ്റ്റർ വേണു. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് ഓരോ രംഗത്തും വികസന മുന്നേറ്റവുമായി കുതിക്കുകയാണ്. 2 സൂചികയിലുള്ളൂ: മാനവ വിഭവ സൂചിക, സുസ്ഥിര വികസന സൂചിക. ഈ ഇന്ത്യയിൽ അതിലെല്ലായിടത്തും ഈ കേരളം ഒന്നാമതെത്തി. ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ പലതും നിങ്ങൾ കണ്ടില്ലെന്നിരിക്കും, പക്ഷെ ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാം ജനങ്ങളോടൊപ്പം നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അൻവറിന്റെ വിഷയം ചർച്ച ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് ഓരോ വികസന പ്രവർത്തനത്തിൽ നിന്ന് അടുത്ത വികസന പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ പെൻഷൻ എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കൊടുത്ത വികസന പ്രവർത്തനം വളരെ കൃത്യമായിട്ട് വാക്കു പാലിച്ച് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ വയനാടിനെ പുനർനിർമ്മിക്കണം, മുണ്ടക്കയിലും പുനർനിർമ്മിക്കണം. ഒറ്റ സെക്കൻഡ് മിസ്റ്റർ വേണു, ഞാൻ ഒറ്റ സെക്കൻഡ്. അതായത് ഇവിടെ മിസ്റ്റർ സുഗു, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അരുൺകുമാർ പറയുകയാണ് പാർട്ടി അംഗങ്ങൾ പോലും പോയിട്ടില്ല, എന്നിട്ട് സുഗു വന്നിരിക്കുകയല്ലേ എന്നാണ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് പറഞ്ഞത്. ഈ സുഗു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ, പാർട്ടി അനുവദിക്കാതെ വന്നപ്പോൾ പാർട്ടി വിട്ട് പോയ ആളാണ്. അദ്ദേഹത്തിന് ഈ പാർട്ടിയായിട്ട് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹം അൻവറിന്റെ കൂടെ പോയിട്ട് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പോയില്ല എന്നാണ് പറയുന്നത്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയോ പാർട്ടി മെമ്പറോ പാർട്ടിയായിട്ട് ബന്ധമുള്ള ഒരാളും PV അൻവറിന്റെ കൂടെ പോയിട്ടില്ല. അത് പോയത് ആരൊക്കെയാണെന്ന് ആ സിനിമാ പ്രവർത്തകർ അന്ന് പറഞ്ഞ അനുഭവം പൊതുമണ്ഡലത്തിലുണ്ട്. ശരി അബിൻ മറുപടി. അല്ല, ശ്രീ KS അരുൺകുമാർ പറഞ്ഞത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അഭിനവ് ഒറ്റ സെക്കൻഡ് ശ്രീ സുഗു മറുപടി. അല്ല, അരുൺകുമാർ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ മാറി നിന്ന ആളാണ് എന്നാണ് ആരോപണം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വഴിക്കടവ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനായിരുന്നു മിസ്റ്റർ. അറിയോ? സ്ഥാനാർത്ഥികളെ അടക്കം തീരുമാനിക്കാനുള്ള അധികാരമുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനായിരുന്നു. അത് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് 2021 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള എടക്കര ഏരിയ സമ്മേളനം. ആ ഏരിയ സമ്മേളനം വരെ ഞാൻ പാർട്ടിയുടെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം വരെ ഞാൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. അറിയോ താങ്കൾക്ക്? താങ്കൾ നിലമ്പൂരിലെ എടക്കരയിലെ പാർട്ടി നേതൃത്വമായിട്ടൊന്ന് അന്വേഷിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ പോയ ആള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുക. താങ്കൾ CPM-ന്റെ അംഗമായിരുന്നോ? അതാണ് എന്റെ ചോദ്യം. അല്ല, ഒറ്റ ചോദ്യമുള്ളൂ. താങ്കൾ CPM-ന്റെ അംഗമായിരുന്നോ PV അൻവറിന്റെ കൂടെ പോകുമ്പോൾ? അതല്ലല്ലോ താങ്കൾ പറഞ്ഞത്. അതല്ലല്ലോ താങ്കൾ പറഞ്ഞത്. അത് മാത്രമേ ചോദിച്ചുള്ളൂ. അതാണ് ഇവിടെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്. അല്ലാതെ താങ്കൾ പണ്ട് എന്തായിരുന്നോ അതിനൊന്നും ഞാൻ ചലഞ്ച് ചെയ്തില്ല. CP അൻവറിന്റെ കൂടെ പോകുമ്പോൾ CPM-ന്റെ അംഗമായിരുന്നില്ല എന്നതാണ് എന്റെ വാദം. അതിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതിന് ഞാൻ അതിന്റെ ഭാഗമുണ്ടാ. താങ്കൾ എന്നെ കുറിച്ച് പറഞ്ഞതിന് എനിക്കുള്ള മറുപടി ഇതാ. വഴിക്കടവ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി നിങ്ങൾക്കറിയോ? 2 ലോക്കൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്കാണ് മറുപടി കൊടുത്തത്. ശരി, അപ്പോഴും അരുൺ പറഞ്ഞൊരു കാര്യത്തിന്റെ ഒരു വസ്തുതയുണ്ട് ശ്രീ സുഗു. കോൺഗ്രസിന്റെ പ്രതിനിധിക്കാണ് മറുപടി പറഞ്ഞത്. സഹകരിക്കുന്ന ഘട്ടത്തിൽ താങ്കൾ CPM-ൽ ഇല്ല. ശ്രീ അബിൻ, അങ്ങയുടെ മറുപടി. അതായത്
ശ്രീ PV അൻവറുമായി അദ്ദേഹം 3 കൊല്ലം മുമ്പേ സഹകരിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോഴും PV അൻവറിൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ ശ്രീ അരുൺകുമാറിന് കൊടുത്ത ക്യാപ്സ്യൂളിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. കാരണം അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇദ്ദേഹം പാർട്ടി വിട്ടതെന്നുള്ളൊരു ക്യാപ്സ്യൂൾ AKG സെന്ററിൽ നിന്ന് വന്നപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞു. ശ്രീ KS അരുൺകുമാർ ആ ക്യാപ്സ്യൂൾ തരുന്നവരോട് കുറച്ചുകൂടെ ഒക്കെ ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തിയിട്ട് ക്യാപ്സ്യൂൾ തരാൻ അതായത് അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗം അല്ല ഞാനല്ല നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ ഫാക്ട് ഒരു പൊട്ടത്തരം ആരോ ക്യാപ്സ്യൂളാക്കി പറഞ്ഞു അത് ഇവിടെ പറയണ്ട, ഇനി അത് മേലിൽ ആവർത്തിക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ 1 കൊല്ലം കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു, 1 കൊല്ലം കഴിഞ്ഞ് ഏരിയ കമ്മിറ്റി അംഗമായ വ്യക്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടാത്ത കാരണം പുറത്തു പോയതാണെന്ന് താങ്കൾ ഇവിടെ ഒരു പച്ചക്കള്ളം പറഞ്ഞാൽ അത് ക്യാപ്സ്യൂള് അതൊരു തെറ്റായ ക്യാപ്സ്യൂൾ ആരോ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിലത്ത് തെറ്റുള്ളത്? അതിവിടെ തെളിഞ്ഞു കഴിഞ്ഞില്ലേ? തെളിഞ്ഞു കഴിഞ്ഞൊരു മാറ്റത്തിനെ പറ്റി പിന്നെ ചർച്ച ചെയ്യുന്നതിനാണ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ പറയട്ടെ. അതായത് ശ്രീ KS അരുൺകുമാർ താങ്കളുടെ വാദഗതി അതിനകത്ത് പൊളിവാണ്. കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞത് എന്താ, അദ്ദേഹം ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഏരിയ കമ്മിറ്റി അംഗം വരെ ആയിരുന്നു. ഏത് എടക്കര ഏരിയ കമ്മിറ്റിയുടെ. അപ്പൊ ഞാനിത് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. കാരണം പഞ്ചായത്ത് ഞാൻ അങ്ങനെയല്ല ശ്രീ KS അരുൺകുമാർ പറഞ്ഞത്. താങ്കൾ വികാരം മൂത്ത് താങ്കൾ വെറുതെ എന്തെങ്കിലും പറയണ്ട. ഞാൻ പറഞ്ഞത് CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വ്യക്തി അൻവറിന്റെ കൂടെ പോയി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ, ജനങ്ങൾ ബോധ്യപ്പെട്ടോട്ടെ. ഏതായാലും താങ്കൾ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തത് കാരണമാണ് അദ്ദേഹം പാർട്ടി വിട്ടത് എന്ന് പറഞ്ഞതും, അദ്ദേഹം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 കൊല്ലക്കാലം പാർട്ടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും, ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു എന്ന് പറഞ്ഞതും താങ്കൾ കേട്ടല്ലോ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, ജനം വിലയിരുത്തിക്കോട്ടെ, അതവിടെ നിന്നോട്ടെ. ശരി, അത് നിൽക്കട്ടെ. നിലമ്പൂരിലെ പാർട്ടിക്കാർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ പുറത്തുപോയ ആളെ എടക്കര ഏരിയ കമ്മിറ്റിയിലേക്ക് 1 കൊല്ലം കഴിഞ്ഞ് എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ബോധ്യമുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. ഞാനവിടെ വിഷയം വിട്ടു. ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ താങ്കൾ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ ശ്രീ PV അൻവർ ഇവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമായ മറ്റൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയെ എന്ന പാർലമെന്ററി പാർട്ടിയുടെ ബോർഡിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് അറിയാതെ ഒരു അഴിമതി ആരോപണം വരില്ല. P. ശശി പറഞ്ഞിട്ടാണ് അഴിമതി ആരോപണം പറഞ്ഞത്. താങ്കൾ ഇന്നും എന്റെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണല്ലോ ശ്രീ KS അരുൺകുമാർ. താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ ഡേറ്റ് അടക്കം ഞാൻ ആദ്യം പറഞ്ഞല്ലോ. 150 കോടിയുടെ അഴിമതി ആരോപണം ഇന്ന് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഞാൻ കുറെ നേരമായല്ലോ ചർച്ച തുടങ്ങി, ഇപ്പോൾ വന്ന് ഈ നിമിഷം വരെ ഞാൻ കുറെ നേരമായല്ലോ ഈ ചർച്ചയിൽ ഈ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ട്. താങ്കൾ ഇന്നലെ വരെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞ കാര്യമാണല്ലോ ഈ 150 കോടിയുടെ അഴിമതി ആരോപണത്തെ പറ്റി. താങ്കൾ വളരെ കൃത്യമായി ഓൺ ചെയ്ത കാര്യമാണല്ലോ. ഇന്ന് ഈ നിമിഷം നിങ്ങൾ അത് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അതോ അൻവർ പറഞ്ഞതുകൊണ്ട് നിങ്ങളൊക്കെ ഏറ്റുപാടിയത് ആണ് എന്നാണോ നിങ്ങളിവിടെ പറയുന്നത്? അതിനൊരു ഉത്തരം പറഞ്ഞു. അരുൺ, അതിനോട് ചേർത്ത് ഇപ്പൊ പറഞ്ഞ ഒറ്റ കാര്യം അൻവർ ഇപ്പൊ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് അബിൻ പറഞ്ഞതാണ്, പാർലമെന്ററി പാർട്ടി നേതാവ് അറിയാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. കാരണം ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ പോകുമ്പോൾ പാർലമെന്ററി പാർട്ടിയുടെ അംഗീകാരവും പരിശോധനയുമാണ് അതിന് വിധേയമാക്കേണ്ടത്. അങ്ങനെ സ്പീക്കർ അതിന് അനുമതി നൽകൂ. അപ്പോൾ അത് അങ്ങയുടെ മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യം, MV ഗോവിന്ദൻ എഴുതി കൊടുത്തിരിക്കുന്നതിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഈ സതീശനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മതിയായ തെളിവുകൾ കൊടുക്കാതെ, ഈ വിജിലൻസ് വേണ്ട തെളിവുകൾ കൊടുക്കാതെ ഇരുന്നുവെന്ന്. അതാരുടെ വീഴ്ചയാണ്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാ ചർച്ചകളിലും PV അൻവർ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടാകും. അത് ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നിപ്പോ MLA സ്ഥാനം രാജിവെച്ചിട്ട് ചില ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ട് മുൻപ് പറഞ്ഞ ആരോപണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ശ്രീ ശശി തന്നെ അതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വരട്ടെ, വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു കൺസേൺ അല്ല. എങ്ങനെയാണ് അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനം പോയത്? എങ്ങനെയാണ് പൂരം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിപ്പോൾ മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്? ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമേ ആ വാർത്ത കൊടുത്തിട്ടുള്ളൂ എൻ്റെ അറിവിൽ. പിഴവുണ്ടെങ്കിൽ തിരുത്തുക. ഈ പറയുന്ന നിങ്ങൾ ഈ 3 തരത്തിലുള്ള അന്വേഷണമാണല്ലോ നടത്തുന്നത്. അതിലൊരു തരത്തിൽ നടന്ന അന്വേഷണം എന്ന് പറയുന്നത് ADGP അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളുന്നതാണ്.
എന്താണ് അന്വേഷണ റിപ്പോർട്ട്? പോലീസിന് വീഴ്ചയുണ്ടെന്നാണ്. എന്താണ് അജിത്തിന്റെ റിപ്പോർട്ട്? പോലീസിന് വീഴ്ചയില്ല എന്നാണ്. ഇതൊക്കെ ഏതു കുടത്തിൽ നിന്ന് തുറന്നുവിടപ്പെട്ട ഭൂതമാണ്? ഇതെല്ലാം അൻവർ ഉന്നയിച്ച വിഷയങ്ങളാണ്. അതെ അതെ, നിങ്ങൾക്കിപ്പോ അൻവറിനെ പർവ്വതീകരിച്ച് 175 ദിവസം കൊണ്ട് ആ MLA സ്ഥാനം ഇല്ലാതാക്കിയതാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ചെയ്ത സഹായം. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, സൗണ്ട് ഒന്നും ഇല്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടില്ല. എഴുതി വെച്ച മുഴുവൻ ചോദ്യം ചോദിക്കാനും പറ്റില്ല. അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്. ഇപ്പൊ ഒരാൾ സുജിത് ദാസുമായിട്ട് ഫോൺ ചെയ്തു, ആ ഫോൺ സംഭാഷണം പുറത്തു വിട്ടു, അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ സംരക്ഷിക്കുന്ന നിലപാടല്ല കേരളത്തിന്റെ ഗവൺമെന്റിന്റേത്. ഇപ്പോ വാളയാർ കേസിലെ അമ്മ പ്രതിയായപ്പോ പറഞ്ഞില്ലേ, കേരള പോലീസാണ് മികച്ചത്. ഇത്രയും നാൾ എന്തായിരുന്നു? കേരള പോലീസ് അത് ചെയ്തു, ഇത് ചെയ്തു, തല മുണ്ടനം ചെയ്ത് കേരളം മുഴുവൻ മാർച്ച് നടത്തി. എത്ര ആളുകൾ കേരള പോലീസ് മികച്ചതാണ് എന്നല്ല പറഞ്ഞത്. ഡിവൈഎസ്പി സോജൻ മലയാളത്തിൽ എഴുതി വെച്ചത് CBI ഇംഗ്ലീഷിലാക്കി. ഡിവൈഎസ്പി സോജൻ എന്താണോ മലയാളത്തിൽ എഴുതി വെച്ചത് അത് CBI ഇംഗ്ലീഷിലാക്കി. അങ്ങനെ ആ അമ്മ പറയുമ്പോൾ അങ്ങേക്ക് മനസ്സിലാകുന്നത് കേരള പോലീസാണ് ഭേദമെന്ന് അമ്മ പറഞ്ഞു എന്നല്ല. അതിലേക്കൊന്നും പോട്ടെ. പോട്ടെ. അല്ല, അതിപ്പോ ഈ 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റിനെ ആക്രമിക്കാൻ എന്ത് കിട്ടിയാലും വലതുപക്ഷവും മാധ്യമവും അത് പ്രയോജനപ്പെടുത്തും. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാന്ന്. നിങ്ങൾ ഈ വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും പുറകെ പൊക്കോ. ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് കൃത്യമായി പൂർത്തീകരിച്ച്, പ്രകടനം പൂർത്തീകരിച്ച് ഞങ്ങൾ മുന്നേറുകയാണ്. ലോകത്ത് ഒരിടത്തുമില്ലാത്ത മുന്നേറ്റം ഈ കേരളത്തിൽ വരികയാണ്. അതുകൊണ്ട് ഒരു അൻവറിന്റെ വിവാദമോ അല്ലെങ്കിൽ വക്കീൽ നോട്ടീസോ ഇന്ന് പറയുന്ന ആരോപണമോ മാപ്പോ അതൊന്നും ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല. അരുൺ, ഇവിടെ ചെക്കുട്ടി സാർ പറഞ്ഞൊരു നിരീക്ഷണമുണ്ടല്ലോ. പിണറായി വന്ന ശേഷമുള്ള ഈ മലപ്പുറം ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ മലബാർ ഓപ്പറേഷൻ, അല്ല, അദ്ദേഹം പറയുകയുണ്ടായല്ലോ കൃത്യമായിട്ട്, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടല്ല, ഈ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും അതൃപ്തരെ അടർത്തിയെടുത്തുകൊണ്ട് നടത്തിയ പരീക്ഷണം സാമ്പാർ മുന്നണി, പഞ്ചായത്ത് തലങ്ങളിലുള്ള സാമ്പാർ മുന്നണി മുതൽ നിയമസഭയിൽ വരെ നടത്തിയിരിക്കുന്ന ഈ പരീക്ഷണങ്ങൾ അടപടലെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന്. അതൊക്കെ അദ്ദേഹത്തിന്റെ തെറ്റായ നിരീക്ഷണമാണ്. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണ തുടർച്ചയിലേക്ക് പോയത് സഖാവ് പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ തന്നെയല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 റിസൾട്ട് വന്നപ്പോൾ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിപ്പോയതല്ലേ? 99 സീറ്റിൽ വിജയിച്ച് മുന്നേറി. 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി ഞങ്ങൾ വിജയിച്ച് മുന്നേറുമ്പോഴും മലപ്പുറത്ത് മുമ്പെങ്ങുമില്ലാത്ത വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നിരവധി ചെറുപ്പക്കാർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ആകർഷകരായിട്ട് വരുന്നത് ഈ ഗവൺമെന്റിന്റെ വികസന അജണ്ട കൊണ്ട് തന്നെയാണ്. ചെക്കുട്ടി സാർ ഒന്ന് മനസ്സിലാക്കണം, 2 വർഷം മുമ്പ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും പുറകില്. കഴിഞ്ഞ തവണ 15, ഇത്തവണ 1ാമത്. വൻകിട വ്യവസായ സംരംഭകരെല്ലാം ഈ കേരളത്തെ തേടി വരികയാണ്. ഈ വരുന്ന മാസം വലിയ കോൺക്ലേവ് നടക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വലിയ കോൺക്ലേവ് നാളെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുകയാണ്. അപ്പോ ഈ മുന്നേറ്റം എല്ലാം കാണുമ്പോൾ 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് വേണ്ടി കേരളം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ അടിച്ച് വീഴുകയാ. ഒരു യോഗം പോലും ചേരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവര് പോയി. അതുപോലെ ഒരു DCC ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു, സ്വന്തം മകനെ കൊല്ലുന്നു. അതിന്റെ ആത്മഹത്യാ പ്രേരണയും കൊലപാതക പ്രേരണയും നടത്തുന്നത് ഈ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അടക്കം പല കോൺഗ്രസിന്റെ നേതാക്കന്മാരാ. അതൊന്നും കാണാതെ മലപ്പുറത്ത് വലിയ തിരിച്ചടി. ഇതൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ, ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വികസന അജണ്ടയുമായി പ്രകടന പത്രിക പൂർത്തീകരിക്കുക, ജനങ്ങളുടെ കണ്ണീരൊപ്പുക, ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത കേരളത്തെ സൃഷ്ടിക്കുക, അതിദാരിദ്ര്യ സർവേ അടക്കം പൂർത്തീകരിച്ച് ഒരാൾ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത നാടിനെ സൃഷ്ടിക്കുക, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കയറി കിടക്കാൻ ഭൂമി, അത്തരത്തിൽ എല്ലാ രംഗത്തും ഒന്നാമതെത്തുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കുക. അത് സൃഷ്ടിച്ചു പോകുമ്പോൾ അൻവറിന്റെ വിവാദം, അൻവർ പറയുന്നത് മറ്റു വിവാദങ്ങളൊന്നും ഞങ്ങൾ അത്ര വലിയ കൺസേൺ ആക്കി എടുക്കുന്നില്ല. ചാക്കൂട്ടി സാറിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനും അതുപോലെ തന്നെ ആ നിരീക്ഷണത്തിൽ തന്നെ മറുപടിക്ക് ശേഷം എനിക്ക് ഇടവേളയിലേക്ക് പോകണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങാം. അബിൻ, വേഗം മറുപടി. കോൺഗ്രസ് മാറുമ്പോഴും നമുക്ക് കാണാം. ഒന്ന് 22 ശേഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഞങ്ങളിവിടെ ആഗോള നിക്ഷേപ സംഗമം നടത്തുകയാണെന്ന് പറയുമ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്താൻ വന്നപ്പോൾ കരിയോലൊഴിച്ച സഖാക്കന്മാരൊക്കെ ഇന്ന് എവിടെ പോയി എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക. 20 കൊല്ലം മുമ്പ് UDF വിഭാവനം ചെയ്ത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്താനിരുന്നപ്പോൾ
അതിന്റെ ഇൻവെസ്റ്റേഴ്സ് വിമാനത്താവളത്തിൽ വന്നപ്പോൾ കരിയോയിൽ ഒഴിച്ച് എതിരേറ്റ സംഘടനയും ആ സംഘടനയുടെ നേതാവും ഒരു ഉളുപ്പുമില്ലാതെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തും എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നാണക്കേടിന് വേറൊരു പേരുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇനി രണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ 2016 ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി കോവളത്തൊരു മീറ്റിംഗ് വിളിച്ചപ്പോൾ TP ശ്രീനിവാസൻ എന്ന ഈ ലോകം ആരാധിക്കുന്ന ഒരു മനുഷ്യനെ കയ്യേറ്റം ചെയ്ത് മുഖത്ത് ചെകിട്ടിനടിച്ച SFIയുടെ അന്നത്തെ നേതാവ് ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ വരികയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോ വലിയ രസമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ പണ്ടത്തെ വാർത്ത കണ്ടിരുന്ന ആളുകൾ, അല്ലെങ്കിൽ പണ്ട് അന്ന് കരിയോലൊഴിക്കാനും അന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് അടികൂടാനും പോയ SFIക്കാരൊക്കെ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി പാഴായിപ്പോയ ജന്മം, പാഴായിപ്പോയ സമരം എന്നൊന്ന് പറയുന്നത് നല്ലതാണ്. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം 25 കൊല്ലം മുമ്പ് നടക്കേണ്ട കാര്യങ്ങൾ ഇന്ന് നടത്തി എന്ന് പറഞ്ഞ് ഇവിടെ വലിയ വീമ്പിളക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന ആളുകളൊക്കെ അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതാണ് ആ രണ്ട് കാര്യത്തിൽ പറയാനുള്ളൂ. ഞങ്ങൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യത്തിൽ കൂടി മറുപടി വേണം. അൻവർ പറയുകയായിരുന്നു പിണറായി വീണ്ടും മത്സരിക്കും, ധർമ്മടത്ത് പിണറായി മത്സരിച്ചാൽ നേർക്കുനേർ പോരാട്ടത്തിന് തയ്യാർ UDF പിന്തുണച്ചാൽ എന്ന്. അങ്ങനെയാണ് പിണറായിസത്തിന് അവസാനം വരിക എന്ന്. എന്താണ് നിങ്ങളുടെ നിലപാട്? ഇപ്പോൾ പാർട്ടി ചർച്ചയും മുന്നണി ചർച്ചയും അതൊക്കെ ശരി, അങ്ങ് പല കാര്യങ്ങളിലും ഈ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരാളാണല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമാണ് അങ്ങ്. ആ പദവിയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മറുപടി എന്താണ്? അത് പിണറായി വീണ്ടും മത്സരിക്കുമോ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ മറുപടി പറയാം. പിണറായി ഇനി ഇവരുടെ പാർട്ടി ചട്ടക്കൂട് പ്രകാരം 2 തവണയിൽ കൂടുതൽ മത്സരിക്കാൻ സാധിക്കില്ല. ഇനി പിണറായി വിജയന് മാത്രമായി അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്ത് പിണറായി വിജയൻ മത്സരിക്കും എന്ന് പറയുന്ന ഘട്ടത്തിൽ അതിന്റെ മറുപടി പറയാം. അല്ലല്ല, പിണറായി അതിന്റെ സൂചനകൾ നൽകിയത് അങ്ങേക്ക് അറിയുന്നതാണല്ലോ. ഹിന്ദുവിന്റെ ഈ പറയുന്ന അഭിമുഖത്തിൽ ഒരു പ്രധാനപ്പെട്ട ശോഭന കെ നായരുടെ ചോദ്യം അതായിരുന്നു. അതിന് കൃത്യമായ സൂചനയോടെയുള്ള മറുപടിയായിരുന്നു. ഞാൻ പറയുന്നത് ആ ഹിന്ദുവിന്റെ മലപ്പുറം വിവാദ അഭിമുഖം. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ശ്രീ പിണറായി വിജയന് ഈ തവണ അങ്ങനെയാണെങ്കിൽ ഇവരുടെ പാർട്ടി കോൺഗ്രസിൽ തീരുമാനമുണ്ടാകും. ശ്രീ പിണറായി വിജയൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വീണ്ടും മത്സരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് ഇവർ പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയും. അത് ശ്രീ PV അൻവർ പറഞ്ഞ ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അന്നേരം ആ നിലപാട് പറയുന്നതാണ്. ശരി, വളരെ നന്ദി അരുൺകുമാർ. ബിൻ വർക്കി ഈ ചർച്ചയിൽ പറയുകയാണ്. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഇപ്പോൾ ഈ അൻവർ പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അൻവറിന്റെ 150 കോടിയുടെ അഴിമതി ആരോപണം, അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് എന്ന്. 2, ഗോവിന്ദൻ എഴുതി കൊടുത്ത കത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും. അപ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് അൻവർ പറയുന്നത് നുണയല്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? അല്ല, അൻവർ പറഞ്ഞതിൽ ഞാനത് ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പാർലമെന്ററി പാർട്ടി CPMന്റെ ഭാഗമായിരുന്നതാണ്. CPMന്റെ രാഷ്ട്രീയ പ്രവർത്തന, സംഘടനാ പ്രവർത്തന ശൈലി അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഏകപക്ഷീയമായിട്ട് ആരുടെയും അങ്ങനെ കയറ് ഊരി വിടുന്നൊരു സംവിധാനം ആ പാർട്ടിക്കില്ല. നിയമസഭയിലായാലും ശരി, പാർട്ടി പ്രവർത്തന രംഗത്തായാലും ശരി, പാർട്ടിയുടെ ഒരു ശക്തമായ നിയന്ത്രണമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അൻവർ പറയുന്നത്, അതിപ്പം അദ്ദേഹം പറയുന്നതിന് തെളിവുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പോലീസ് വകുപ്പിൻ്റെ ചുമതലയുള്ള ശശി കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനാണ് അദ്ദേഹം ആ സഭയിൽ പറഞ്ഞതാണ്. അങ്ങനെ ശശി അങ്ങനെ ഒരു വിവരം കൊടുത്തിട്ടുണ്ടോ ഇല്ല, അത് കേസൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ അങ്ങനെ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻറ്റേർണൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് CPMന്റെ കാര്യങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. കാരണം അത് സാധാരണ നിലയിൽ സ്പീക്കർ അതിന് അനുവാദം കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ രേഖയൊന്നുമില്ല, അദ്ദേഹത്തിന് തെളിവുകളൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പല കാര്യങ്ങളും ഉന്നയിക്കാൻ പോകുമ്പോൾ എന്നിട്ട് നിയമസഭയിൽ കയറി എന്ന് സംസാരിക്കുന്ന അവസരത്തിൽ ആ വിഷയത്തിലേക്ക് മാറ്റി ഈ കാര്യങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ പറയുന്ന കുഴൽനാടൻ ശ്രമിക്കുമ്പോൾ അപ്പൊ തന്നെ കുഴൽനാടന്റെ സ്പീക്കർ ഒരു സാധാരണ സ്പീക്കർ എന്തുകൊണ്ട് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ സ്പീക്കർ കൊടുത്തു? സ്പീക്കർ ഒരു പ്രധാനപ്പെട്ട പൊസിഷനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദമില്ലാതെ സ്പീക്കർ അതിന് അനുമതി കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ദർ ഈസ് സം കൈൻഡ് ഓഫ് എന്താ പറയുക ഹിഡൻ അജണ്ട ഇൻ ദാറ്റ്. അപ്പോൾ ആ അജണ്ടയാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിനെ പരമാവധി ഉപദ്രവിക്കാനും അദ്ദേഹത്തിനെ നശിപ്പിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. ഒരു ഡെസ്പറേഷൻ വന്നതായിരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ട് അൻവറിനെയാണ് അവർക്ക് അയാളായി കിട്ടിയത്. അൻവറിനെ അവർ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയ്ക്ക് ആ ആരോപണത്തിൻ്റെ പിന്നിൽ CPM ആണ്, അല്ലെങ്കിൽ CPMലെ ഒരു ഗൂഢസംഘമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആരോപണത്തിനകത്ത് വസ്തുതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ചെക്കുട്ടി സാറ് 150 കോടി എന്ന് പറയുന്നൊരു ആരോപണമാണ് വരുന്നത്. അതിനുശേഷം പിന്നെ തെളിവൊന്നും കൊടുക്കാനും കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ
നല്ല ആർജവത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. അതേപ്പറ്റി ചോദിക്കുമ്പോൾ ശരിയാണ്, അൻവർ പറയുന്നുണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തില്ലേ എന്ന്. അപ്പോൾ ആന മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു സംവിധാനമാണ് ഈ CMO എന്നാണ് എങ്കിൽ കുഴപ്പമില്ല. അല്ല, CMO പിന്നെ എന്ത് പണ്ടത്തരം? ഞാൻ ഇയാളെ കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതാണ് അൻവറും പറഞ്ഞത്, എന്നെ അറസ്റ്റ് ചെയ്തില്ലേ എന്ന്. അത് അൻവറിന് ഗുണകരമാവുകയാണ് ചെയ്തത്. ഒരു രാഷ്ട്രീയ നേതാവിന് അല്ല, ഞാൻ ചോദിക്കുന്ന ഇതാണ്, 150 കോടിയുടെ അഴിമതി ആരോപണം പറയുമ്പോൾ ഇദ്ദേഹത്തെ ഇല്ലാതാക്കാം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തൊരു കാര്യത്തിനകത്ത് പിന്നെ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് കൂടുതൽ പത്തരമാറ്റോടെ സതീശന് ഒരു അഴിമതി വിരുദ്ധ തിളക്കം കൊടുക്കേണ്ട കാര്യം എന്താണ്? CPM പുനർജനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായ നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടെയാണല്ലോ. CPM-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ CPM-നകത്ത് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പകരം ഒരു തരത്തിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്, ഒരു ബ്യൂറോക്രാറ്റിക് കൺട്രോൾ വന്നിട്ടുണ്ട്. അത് CM-ന്റെ ഓഫീസ് പാർട്ടിയേക്കാൾ കവിഞ്ഞുകൊണ്ടുള്ള പല കാര്യങ്ങളും ഇത് കേരളത്തിലെ സമീപകാലത്തെ അനുഭവങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പല കാര്യങ്ങളിലും CM-ന്റെ ഓഫീസിലുള്ള ആളുകൾ ഇന്ന ആളെന്നല്ല, പക്ഷെ CM-ന്റെ ഓഫീസിലുള്ള ആളുകളുടെ അമിതമായിട്ടുള്ള എന്താ പറയുക അത്യുത്സാഹം പലപ്പോഴും CPM-ന് വലിയ മുഖ്യമന്ത്രി ഘട്ടം പാരമ്പര്യം. മുഖ്യമന്ത്രി ഏതോ മൈക്കുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് പ്രശ്നം. ഹിന്ദു അഭിമുഖം തന്നെ മുഖ്യമന്ത്രിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നതായി പോയതല്ലേ? അതെ, ഇവിടേക്കാണ് പ്രശ്നങ്ങൾ. അതൊന്നും ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ആളുകൾ അനാവശ്യമായിട്ട് അവരുടെ മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്യാൻ, CM-നെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന അജണ്ടകൾ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ പറയാവുന്നുണ്ട്. അങ്ങ് ശ്രദ്ധിച്ചല്ലോ അല്ലേ, ആലപ്പുഴ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പിണറായി പങ്കെടുത്തിരുന്നു. TK ദേവകുമാറിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഗോവിന്ദൻ ഒരു റോൾ ഇവിടെ അല്ലേ, ദേവകുമാറിന്റെ പേര് പ്രത്യേകം പറയണം. കാരണം ഈ പറയുന്ന അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കി അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഈ ആനമണ്ടത്തരം കാണിക്കുന്ന ആളുകളുടെ ഈ ഹിന്ദു അഭിമുഖ വിവാദമുണ്ടല്ലോ, ആ ഘട്ടത്തിലും ദേവകുമാറിന്റെ മകനാണ് ഈ പറയുന്ന വിഷയമായി വന്നത്. ആ കാര്യത്തിലൊക്കെ പിണറായിയുടെ കരുതൽ. പൊളിറ്റിക്സിനപ്പുറം സ്ഥാപിത താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ CPM-നെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അത് ആ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ EA സുഗു, ഇപ്പോൾ അങ്ങയുടെ പേരിന്റെ താഴെ DMK എന്നാണ് എഴുതി കാണിക്കുന്നത്. നിങ്ങൾ അടക്കമുള്ളവർ TMC-യിലേക്കാണോ പോകുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അൻവർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ? അല്ല, DMK എന്ന് പറയുന്നത് നമുക്കറിയാലോ, ആദ്യഘട്ടത്തിൽ ഒരു സോഷ്യൽ വെൽഫെയർ സംഘടന എന്നുള്ള നിലയിലാണ് ഞങ്ങൾ അതിനൊരു രൂപം നൽകിയിട്ടുള്ളത്. പിന്നീട് അതിന് രാഷ്ട്രീയ മാനം വരികയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യം വരിക, അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ അൻവറിന്റെ കൂടെ നിന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അൻവർ പറഞ്ഞതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസുമായും ചേർന്ന് പ്രവർത്തിക്കാനാവുമല്ലോ തയ്യാറാവുക. അവസാനമായി, അൻവർ അദ്ദേഹത്തിന്റെ ശക്തി കാണിക്കുമെന്ന് കരുതിയിരുന്ന സ്ഥലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതിനു മുൻപ് ഇപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് നിർത്താം ഒരുപക്ഷെ. കാരണം ഈ ചേലക്കരയിലെ അനുഭവം അറിയാമല്ലോ, ഏകപക്ഷീയമായി അങ്ങ് അൻവർ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ രമ്യ ഹരിദാസിനെ പിൻവലിക്കണമെന്ന്. അതാണ് സതീശനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ അനാവശ്യമായി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഇത് രഹസ്യമായി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ജോയി മതി, ആര്യാടൻ ഷൗക്കത്ത് വേണ്ട എന്ന്. പക്ഷെ അത് പരസ്യമായി പറഞ്ഞ് ഒരു വലിയ വിലപേശലിൻ്റെ അടുത്ത ഘട്ടം കൂടെ അൻവർ തുറന്നിടുകയാണ്. അത് ഗുണകരമായോ ആ നീക്കം? അല്ല, അത് പിന്നെ ആ തരത്തിൽ അതിനെ കാണേണ്ട കാര്യമില്ല. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യം പറഞ്ഞത് VS ജോയിയെ സംബന്ധിച്ച് നമ്മൾ ഈ വയനാട് മേഖലയിൽ വലിയ തോതിലുള്ള കുടിയേറ്റ കർഷകരായിട്ടുള്ള വിഭാഗമാണ് ക്രിസ്ത്യൻ വിഭാഗം. ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായി വരിക, അൻവർ അതിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, നിലമ്പൂർ മണ്ഡലത്തിനെ സംബന്ധിച്ച് നമുക്ക് കാണേണ്ട ഒരു വസ്തുത ഉണ്ട്. ഇവിടെ ആര്യാടന്മാരുടെ അപ്രമാദിത്യം കൊണ്ടല്ല ആര്യാടൻ എല്ലാ 30 കൊല്ലം ഇവിടെ ജയിച്ചു കയറിയിട്ടുള്ളത്, മറിച്ച് CPM-ന്റെ ദുർബലാവസ്ഥ കൊണ്ടാണ്. ഇവിടെ സഖാവ് ദേവദാസ് പൊറ്റക്കാട് എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ. അദ്ദേഹം മത്സരിച്ചതിന് ശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ പോലും നിലമ്പൂർ മണ്ഡലത്തിലെ CPM-ന് സാധ്യമായിട്ടില്ല. അതിനിടയ്ക്ക് വന്നത് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച സമയത്ത് 22,000 വോട്ടിന് നിലമ്പൂർ മണ്ഡലത്തിൽ തോൽക്കുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു കാര്യമുണ്ട്.
ഈ ബംഗാളിൽ CPM-ന്റെ തുടർഭരണത്തിന്റെ അന്തകവിത്തായത് തൃണമൂലാണ്, മമതയാണ്. ഇന്നിപ്പോൾ തൃണമൂലിലൂടെ ചേർന്നാണ് പിണറായി സത്തിന്റെ അന്തകനാകാൻ അൻവറും അവതരിച്ചിരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ NP ചെക്കുടിക്കും ശ്രീ EA സുഗുവിനും. സ്പെഷ്യൽ എഡിഷനിൽ ഒരു ഇടവേള കൂടി.